ഹായ്, ഞാൻ ഇന്നൊരു വെറൈറ്റി ഗസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈവിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബ്രോ ക്യാമ്പിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, യൂറോപ്യൻ കൺട്രീസിൽ എങ്ങനെ ജോബ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ട് അല്ലെങ്കിൽ പിന്നെ എക്സ്പീരിയൻസ് ആയിട്ട് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അങ്ങനെ ഐ ടി ഫീൽഡിൽ ജോലി കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല പ്ലാറ്റ്ഫോംസ് റെഫർ ചെയ്യാറുണ്ട്, പല രീതിയിലൊക്കെ ആൻസർ കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മലപ്പുറത്തുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരാൾ മലപ്പുറത്തുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. റീസെൻ്റ്ലിയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ആൾ നമ്മൾ ബ്രോ ക്യാമ്പൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻസിനോടൊക്കെ ഇൻട്രാക്ട് ചെയ്ത്. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞ് നല്ലൊരു സ്റ്റോറിയാണല്ലോ, നമുക്ക് എന്തായാലും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ സ്റ്റോറി അറിയിക്കണം. എന്തുകൊണ്ടാ വെച്ചാൽ നാളെ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ രീതിയിലൊക്കെ ഗ്രോത്ത് നമ്മുടെ മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ടെക്നോളജി ഫീൽഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മളെല്ലാവരും അത് അറിയണം തോന്നിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. മന്ത്ലി ഒരു 25 ലക്ഷത്തിന് മുകളിൽ, എക്സാക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാലോ, ഓരോ കമ്പനിക്ക് തന്നെ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സാലറി പാക്കേജിലോട്ട് പോകുന്ന ലെവലിലൊരു മനുഷ്യനാണ്. നമുക്കൊരു മന്ത്ലി ഒരു 25 ലക്ഷം നമുക്ക് ഇപ്പോൾ പറയാം. അതിപ്പോൾ അപ്പുറമാണ് നമ്പേഴ്സ്. അതിനൊക്കെ പുറമെ നമ്മുടെ റോട്ടിൽ ഓടുന്ന മെഴ്സിഡസ് ബെൻസില്ലേ, ബെൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജർമ്മനിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ഇതിന് മുന്നേ സൂമിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ വലിയ വലിയ കമ്പനീസിലാണ് ആൾ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ആളെങ്ങനെയാണ് അവിടെ എത്തിയത്, അല്ലേ, എങ്ങനെ എത്തി, ഇത്രയും വലിയ പാക്കേജിലോട്ടൊക്കെ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കഥ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഗസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ കൂടെ ഇതാ നമ്മുടെ ഗസ്റ്റ് ഉണ്ട്, യാസിർ. വെൽക്കം ടു പ്രോട്ടോടൈപ്പ്. താങ്ക് യു സോ മച്ച്. യാസിർ, എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ കുറേ കാലം ഉണ്ടോ, അതോ ജർമ്മനിയിലാണോ കൂടുതൽ കാലം? എവിടെയാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഞാനിപ്പോൾ നാട്ടിൽ ഒരു 2-3 വീക്സ് വെക്കേഷൻ വന്നതാണ്. നമ്മൾ ഈദും പിന്നെ ഫ്രണ്ടിൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വെക്കേഷൻ വന്ന ഷോർട്ട് പീരീഡ് വന്നപ്പോഴാണ് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ല ചൂടാണ്, നല്ല മാറ്റമുണ്ട്. അപ്പം 2 വർഷത്തിന് ശേഷം. ജർമ്മനിയിൽ എന്താ ക്ലൈമറ്റ്? അപ്പോൾ ഇപ്പം സ്പ്രിംഗ് ആണ്, അതായത് നല്ല കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീസണാണ് ഇപ്പോൾ. അപ്പോൾ എന്നാലും ക്ലൈമറ്റ് എങ്ങനെ, ടെമ്പറേച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 15-18 ഡിഗ്രീസ് ഒരു AC ഇട്ട റൂമിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. എവിടെ പോയാലും ഇനി അവിടെ ജൂണിലാണ് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സമ്മറിലും ഹയസ്റ്റ് 25 ഡിഗ്രി. അത്രേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ഊട്ടി കൊടൈക്കനാലൊക്കെ ഇപ്പോൾ പോകുമ്പോൾ ഒരു തണുപ്പിന്റെ മൂഡ് തന്നെയാണ് അവിടെ ഉണ്ടാവുക. ശരി, ജർമ്മനി തന്നെയാണോ കൂടുതൽ സമയം? അവിടെ തന്നെയാണല്ലോ. അതെ അതെ, ഞാൻ ഫുൾ ടൈം അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി അവിടെ തന്നെയാണ് കൂടുതൽ. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴും വെക്കേഷൻ ഒക്കെ കണ്ടുകൊണ്ട് പോകുമ്പോൾ മാത്രമേ പുറത്ത് പോകാറുള്ളൂ. ഓക്കെ, അതെ. നമുക്ക് ആദ്യം അറിയേണ്ടത്, ഇത്ര സാലറി റേഞ്ച് ഒക്കെ ശരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുമോ? സാലറി റേഞ്ച് ഇപ്പം നമ്മളെ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയാൻ ലിമിറ്റ് ഇല്ല എന്നാണ് പറയാറ്. അപ്പം എനിക്കത് ഫസ്റ്റ് ഒന്നും ഇതിനെക്കുറിച്ച് അത്ര അറിയത്തില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ തന്നെ എൻ്റെ കൊളീഗ്സൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് മാറി അവർക്ക് ആമസോണിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ കിട്ടുമ്പോഴാണ് അവരുടെ പാക്കേജ് 70 ലാക്ക് ഉണ്ട്, 80 ലാക്ക് ഉണ്ട്. അപ്പം സെയിം ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉള്ള നമ്മളെ കൊളീഗ്സ് പോകുമ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ ഞാനപ്പോൾ എത്ര അണ്ടർ പെയ്ഡ് ആണെങ്കിൽ ഇത്ര കിട്ടുമല്ലോ എന്നൊക്കെ അറിയും. പിന്നെ നമ്മൾ മാനേജേഴ്സിനോടും ഡയറക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരും പറയും അവരുടെ ഫ്രണ്ട് ഇവിടെ ഇത്ര CRലാണ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹൈദരാബാദിലുണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം നല്ല സാലറി പാക്കേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരു 80 ലാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 80 അതൊക്കെ പറഞ്ഞാൽ നല്ലൊരു പാക്കാണ്. അതുകൊണ്ട് 3 years 4 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ അത്രയൊക്കെ കിട്ടുന്നുണ്ട്. 3 years 4 yearsൽ LP ആണ് പറയുന്നത്, ഇയർലി പാക്കേജസ്. ഓക്കെ, അപ്പോൾ ഇയർലി 80 lakhs അത്രയൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ട് ആണ്. നമ്മൾ ഇവിടുത്തെ ടാക്സും ചിലവ് കഴിഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് ആണ്. അപ്പം അങ്ങനെ ഞാൻ ഡ്രീം ചെയ്യാൻ ഓക്കെ ദാറ്റ് ലെവൽ ഈസ് പോസിബിൾ എന്നുള്ളൊരു ഇത് അപ്പോഴാണ് മനസ്സിലായി. പിന്നെ നമ്മൾ അബ്രോഡിൽ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്കറിയാം ഇപ്പോൾ US നല്ല പാക്കേജസ് പോകുന്നതൊക്കെ നമുക്ക്. പക്ഷേ US നമ്മൾ വിചാരിക്കും ഔട്ട് ഓഫ് റീച്ച് ആണെന്ന് കരുതുന്നത്. പിന്നെ നമ്മൾ യൂറോപ്പ് നോക്കുമ്പോൾ അവിടെയും ടെക്കിന് ഭയങ്കര ഡിമാൻഡാണ്. എസ്പെഷ്യലി US കമ്പനീസ് തന്നെ. ഇപ്പം ഇവിടെയുള്ള US കമ്പനീസും യൂറോപ്പിലും ഉണ്ട്. അപ്പോൾ അവരിതുപോലെ നല്ല പാക്കേജസും കാര്യങ്ങളൊക്കെ നമ്മൾ നെഗോഷിയേഷൻ പോലെ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അറിയേണ്ടത്, യാസർ ഇപ്പോൾ സാധാരണ വലിയ പാക്കേജ് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ആൾ പഠിച്ചിരിക്കുന്ന സ്കൂള് വലുതായിരിക്കും, ആൾ പഠിച്ചിരിക്കുന്ന നാട് വേറെ ആയിരിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുക. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മുടെ മലപ്പുറം പുളിക്കലാണ് വീട്, അല്ലേ? നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് പുളിക്കൽ എന്ന് പറയുന്നത്. കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഞാനും ഈ നാട്ടിലേക്കാണല്ലോ ജീവിച്ചത്. അപ്പോൾ എങ്ങനെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഏത് വർഷമായിരുന്നു? ഞാൻ എൻ്റെ പ്രൈമറി സ്കൂൾസൊക്കെ ഞാൻ അബ്രോഡിലായിരുന്നു. കാരണം പാരൻസൊക്കെ ലൈക്ക് എല്ലാ മലപ്പുറത്തിലുള്ള പാരൻസിനെയും പോലെ തന്നെ മിക്കവരും ഗൾഫിലാണല്ലോ. അപ്പോൾ അന്നും ഗൾഫിൽ തന്നെ ആയിരുന്നു. അവിടെയാണ് വളർന്നതൊക്കെ. ഏത് രാജ്യത്ത്? ഞാൻ സൗദിയിലായിരുന്നു, ജിദ്ദയിലായിരുന്നു.
എന്നിട്ട് പിന്നെ സ്കൂൾ ലൈക്ക് ഒരു 10th ഒക്കെ ആയപ്പോഴാണ് ഞാൻ നാട്ടിൽ വന്നത്. അപ്പോൾ 10th ഞാൻ ഇവിടെ പുളിക്കലുള്ള ഒരു സലഫി ജാമിയ സലഫിയ ഇംഗ്ലീഷ് സ്കൂൾ എന്നുള്ളൊരു സ്കൂളാണ് പഠിച്ചത്. പിന്നെ 11th 12th ഞാൻ എയർപോർട്ട് സ്കൂളിലാണ് പഠിച്ചത്. എല്ലായിടത്തും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അങ്ങനെ അല്ല എന്നാലും അവിടെ അപ്പോൾ ഇംഗ്ലീഷ് അപ്പോൾ ഓക്കെ ആയിരുന്നു, സൗദിയിൽ പഠിച്ചതുകൊണ്ടും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആയിരുന്നു ഇവിടെ. ഇംഗ്ലീഷ് ഓക്കെ അപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഒക്കെ ആൽക്കുഴത്തായി എന്നറിയാം. കാരണം നമ്മളിവിടെ കൂടുതൽ മലയാളമാണല്ലോ സംസാരിക്കാറ് എങ്ങനെയാണെങ്കിലും. അപ്പം മലയാളത്തിൽ തന്നെ ആയിരുന്നു അവിടെ ഉള്ളതും. എന്തോ സ്കൂള് CBSE എന്താണെങ്കിലും എല്ലാവരും മലയാളത്തിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ പഠിച്ച് ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അങ്ങനെ ഒന്നിലും ടോപ്പറോ അല്ലെങ്കിൽ ഭയങ്കര മാർക്ക് അങ്ങനോ അല്ലെങ്കിൽ ഫ്രണ്ട് ബെഞ്ച് സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ഒരു ആവറേജ് 75-80 ആ പെർസെൻറ്റേജിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് തന്നെയാണ് ഞാൻ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എവിടെ ചെയ്ത്? ഞാൻ പിന്നെ എൻട്രൻസ് ചെയ്ത് ഇപ്പം റാങ്ക് കിട്ടി. അപ്പം നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ചിലത് NIT ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ നിൽക്കുമ്പോഴാണ് പഞ്ചാബിലുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, LPU. അവരെനിക്ക് LPU ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാനും അവർ നമുക്ക് സ്കോളർഷിപ്പ് ഓഫർ ചെയ്തു. 95% സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം അറൗണ്ട് 10-15,000 ഫീസ് ഉള്ളുമായിരുന്നു അപ്പം പെർ സെമസ്റ്റർ. അത് ഭയങ്കര ചീപ്പായിരുന്നു. പിന്നെ നമുക്ക് അന്ന് അതൊക്കെ മീൻസ് നമുക്ക് ഫൈനാൻഷ്യൽ പാർട്ടാണല്ലോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫീസ് പാരൻസിൽ നിന്ന് മേടിച്ചു കൊടുക്കും. ഈ LPUനെ കുറിച്ച് എവിടെ നിന്ന് അറിഞ്ഞത്? LPU ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അറിയുന്നത് ആഡ്സ് ഒക്കെ കണ്ടിട്ടായിരുന്നു. അന്ന് ഇവരെ കുറച്ച് ആഡ്സ്. അപ്പോൾ അന്ന് ആഡ് കാണുമ്പോൾ നമ്മളെന്താ വിചാരിച്ചത്, ഞാനൊക്കെ പേഴ്സണലി വിചാരിച്ചത് അവിടെ പഠിക്കുന്നവരൊക്കെ ഒരു ഭാഗ്യം, എന്ത് വലിയ യൂണിവേഴ്സിറ്റിയാണ്, അതിനൊക്കെ എന്ത് ചിലവാണ്. അങ്ങനെ അതും പഞ്ചാബിൽ ആഡ് കാണാൻ പറയുമ്പോൾ അവിടുത്തെ സാലറി റേഞ്ച് ഇപ്പം ഞാൻ അല്ല സാലറി അല്ല, ജസ്റ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, അവിടുത്തെ ബിൽഡിങ്സ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അത് മാത്രം. കാരണം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ബിൽഡിങ്സ് ആയിരുന്നു. മാക് ലാബ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് സൂപ്പർ ക്ലാസ് റൂംസ്. അറൗണ്ട് 700 acres ഉണ്ട് അന്ന് 2014 ആ ടൈമിൽ 700 ഡിഗ്രി തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ആ ടൈമിൽ ഇപ്പം അത് വലുതായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടെ. അപ്പം 700 acres ഉള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റി, ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ആയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഉണ്ടാവില്ല ഒരു ആവേശം, ലൈക്ക് പുറത്തേക്ക് പോകണം, വേറെ നാടുകളൊക്കെ എക്സ്പ്ലോർ. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം കേരളത്തിൽ നിന്ന് പഞ്ചാബ് പറഞ്ഞാൽ ലൈക്ക് ഓപ്പോസിറ്റാണ്, നോർത്ത് എക്സ്ട്രീം നോർത്തിലാണ്, ജമ്മുവിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പം ആ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അല്ല ഈ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് അവർക്ക് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ എൻട്രൻസ് അവർക്ക് സ്പെഷ്യൽ എൻട്രൻസ് ഉണ്ടായിരുന്നു. പ്ലസ് എൻ്റെ JEE റാങ്കും പിന്നെ ബോർഡിൻ്റെ മാർക്കൊക്കെ ഉള്ളതുകൊണ്ട് അവർ അതിൻ്റെ ബേസിസിലാണ് സ്കോളർഷിപ്പ് ഡിസൈഡ് ചെയ്തത്. എൻട്രൻസിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടാണോ പോയത്? അല്ലല്ല, എൻട്രൻസ് ഞാൻ നോർമൽ മറ്റേ JEEക്ക് എഴുതിയ സെയിം നോളജ് വെച്ച് തന്നെ ഇവിടെ എഴുതി. അപ്പോൾ ഇവിടുത്തെ ഞാൻ ടോപ്പ് 5%-ലായിരുന്നു അവർ എൻട്രൻസ്. മീൻസ് കമ്പാരിറ്റീവ്ലി ഈസി എക്സാം ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ ബാച്ച്, എൻ്റെ ബാച്ച് അന്ന് CSE കമ്പ്യൂട്ടർ സയൻസ് CSE മാത്രം ഫസ്റ്റ് ഇയർ 3000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു 3000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഒറ്റ ബാച്ചിൽ. അതെ, എൻ്റെ ബാച്ചിൽ. ഇപ്പം ഞാൻ കേട്ടത് അറൗണ്ട് 8000 സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് ഇപ്പം കറന്റ് ഒരു ബാച്ച് കമ്പ്യൂട്ടർ സയൻസ് ഒരു ഇയറിൽ. കമ്പ്യൂട്ടർ സയൻസിൽ മാത്രമായിട്ട് 8000 സ്റ്റുഡൻസോ? അതൊരു ഹ്യൂജ് ക്യാമ്പസ്, ഒരു വേൾഡ്. അതിൻ്റെ ഉള്ളിൽ ഷോപ്പിംഗ് മോൾസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉള്ള ഒരു വലിയൊരു ലോകം തന്നെ. ഈ LPU ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴേ 3 crore അങ്ങനെ എന്തൊക്കെയോ കണ്ട്. എന്താ അങ്ങനെയുള്ള പാക്കേജുകൾ കുറേ ആൾക്കാർ കിട്ടുന്നുണ്ടോ സാലറി അവിടെ? ഇല്ല, അത് അവർ ബേസിക്കലി ആ ഇപ്പം കാണുന്ന ആഡ് അവർ എന്നെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ബട്ട് യൂഷ്വലി ഞാനിവിടെ 40-50 ലാക്കിനും 30 ലാക്കിനൊക്കെ ആവറേജ് പോകാറുണ്ട്. ബട്ട് അഗെയിൻ സ്റ്റാറ്റിസ്റ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെർസെൻറ്റേജ് വൈസ് റൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ബാച്ചിൽ 3000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ 3000 സ്റ്റുഡൻസിൽ ഞങ്ങളൊരു 3-4 പേർക്കേ ഉള്ളൂ എബവ് 30 lakh അല്ലെങ്കിൽ 35 lakhൻ്റെ പാക്കേജസ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് 10-20 പീപ്പിളിന് ഒരു 20-25 lakhൽ വരും. പിന്നെ കുറച്ച് പേർക്ക് എബവ് 10 lakh ഉണ്ട്. പിന്നുള്ളൊരു 1500 സ്റ്റുഡൻസിന് ഈ മാസ് റിക്രൂട്ടേഴ്സ് ഉണ്ടാവും, സർവീസ് ബേസ്ഡ് കമ്പനീസ്, അതായത് കോഗ്നിസന്റ്, ഇൻഫോസിസ് അങ്ങനെയുള്ളവർ. അപ്പം അങ്ങനെയുള്ള കമ്പനീസിൽ ഈ 3-4 lakhസിൻ്റെ പാക്കേജിന് പോകുന്നവരുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടാത്തവരും കുറേ പേരുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് പെർസെൻറ്റേജ് വൈസ് കുറവേക്കാരും. എന്നാലും ഞാൻ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാൽ അവർ പ്ലേസ്മെന്റ്സിനുള്ള കമ്പനീസ് നമുക്ക് മീറ്റ് ചെയ്തരും കോൺടാക്ട് ചെയ്യും. നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി, നമുക്ക് അതിനുള്ള സ്കില്ലുണ്ടെങ്കിൽ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര സാധനം കിട്ടും എന്നുള്ളതൊന്നുമില്ല. അതൊക്കെ നമ്മളെ സ്കില്ലനുസരിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ട് പ്ലേസ്മെന്റിൽ ഇരിക്കാനുള്ള. അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ പറയാറ്. അല്ല ഞാനിപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ഒരു എഞ്ചിനീയറിങ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ബെറ്റർ എന്ന് പറയുമ്പോൾ IIT ആണ് ഒന്ന്, പിന്നെ പറയണ NIT പറയാം നമുക്ക് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഞാൻ കേട്ടിട്ടുള്ള ഗവൺമെൻറ് കോളേജുകളാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് LPUലോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ ഇവിടെ നിന്ന് കിട്ടിയത്?
ഇപ്പം IIT-യിലും NIT-യിലാണെങ്കിൽ അവർ ഫസ്റ്റ് ഓഫ് ഓൾ ബെസ്റ്റ് കോളേജസ് ആണ്, ഡൗട്ടില്ല. പക്ഷേ അഗൈൻ അവിടെ ഒരു ബാച്ചിൽ 60 സ്റ്റുഡൻസ്, ഈ 60 സ്റ്റുഡൻസും എല്ലാവരും നല്ല നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. എല്ലാവരുമായിട്ടും കോമ്പറ്റീഷനേക്കാരും. അപ്പം പ്ലേസ്മെൻറ്റ് ടൈം ആകുമ്പോൾ നിങ്ങളിപ്പം നോക്കുക സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ 60 പേർക്കും എക്സാക്ട്ലി ഈക്വൽ നമ്പർ ഓഫ് പാക്കേജ് തന്നെ കിട്ടണമെന്നില്ല. ചിലവർക്ക് അഗൈൻ 3 lakh ഉണ്ടാവും, ചിലവർക്ക് 6 lakh 9 lakh, ചിലവർക്ക് എക്സെപ്ഷണലായിട്ട് 40-50 ഇന്ത്യയിൽ കിട്ടുന്നവരുണ്ട്. അബ്രോഡ് പോവുകയാണെങ്കിൽ CRS-ലേക്കാരും വരിക. അതും പക്ഷേ കോമ്പറ്റീഷൻ ആയിട്ട് നമ്മൾ ഈ 60 പേരോട് കോമ്പീറ്റ് ചെയ്യണം. 60 പേര് നല്ല ടാലൻറ്റഡ് ആണ്, എല്ലാവരും സെൽഫ് ലേണിംഗ് കാരും ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻ്റ് ആണ്. ആ ടൈമിൽ നമുക്ക് ഓൾറെഡി 12th ഫുള്ള് നമ്മൾ എഞ്ചിനീയറിംഗ്, ഒരു കല്യാണമോ ഒരു പരിപാടിയോ ഒന്നിനും പോവാതെ നമ്മൾ ഇരുന്ന് 12-14 hours പഠിച്ചുണ്ടാക്കി അങ്ങനെ. അപ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാവും, നമുക്കൊരു ഫ്രീഡം വേണം, നമുക്കൊരു ഇത് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ കുറച്ചും റിലാക്സ്ഡ് ആയിരുന്നു. വരുന്ന സ്റ്റുഡൻസ് എല്ലാവരും കോമ്പറ്റീറ്റീവ് ആവില്ല. 95% സ്റ്റുഡൻസും കളിക്കാനും ചില്ല് ചെയ്യാനും വരുന്നവരാണ് LP-യിൽ വരുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു വലിയ ഫ്രീഡം ആണ്. കാരണം നമ്മൾ ഒരു അഡൽട്ട്ഹുഡിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, വേറെ ആരും നോക്കാനോ ഒന്നുമില്ല. നമുക്കപ്പം കുറച്ച് എനിക്ക് അന്നുള്ള ഗോൾസ് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട്. അന്നത്തെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു. അതായിരുന്നു എൻ്റെ പർപ്പസ്. LP അവർ ആദ്യം അഡ്മിഷൻ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാത്തിനുള്ള ഹെൽപ്പ് ചെയ്യും, ഫണ്ടിങ് ആണെങ്കിലും റിസോഴ്സസ് ആണെങ്കിലും ലാബ് ആണെങ്കിലും ഒക്കെ അവർ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആ ടൈമിൽ. അപ്പം ഞാൻ കരുതി, പിന്നെ ക്യാഷും കുറവാണ്, ഫീസ് കുറവാണ്, അപ്പം ഫെസിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. ഈ ബെറ്റർ ദാൻ IIT and NIT ആയിരുന്നു ഫെസിലിറ്റീസ്. അപ്പോൾ അത്രയും നല്ല ഫെസിലിറ്റീസൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കരുതി പഞ്ചാബിലാണ്, അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് കരുതി. പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഹുക്ക്ഡായി. അപ്പം സെറ്റാക്കി, ഫീസൊക്കെ കൊടുത്ത് അഡ്മിഷനൊക്കെ എടുത്ത്. പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്തു. സാധാരണ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇത് റെക്കമെൻഡ് ചെയ്യൂലല്ലോ. ഇല്ല, അത് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അന്നും പ്ലേസ്മെൻറ്റ്സ് നല്ലോണം ഉണ്ടായിരുന്നു LP-യിൽ. അപ്പം അന്നും കുറേ പിള്ളേർ ആമസോണിലും ചിലർ ഗൂഗിളിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു കോൺഫിഡൻസ് വന്നു കണ്ടപ്പം. പിന്നെ മലയാളീസൊക്കെ അന്ന് റെയർ ആയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് അന്ന് 5-6 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മൊത്തം CS ബാച്ചിൽ. അപ്പം ആ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ സമയത്ത്. പിന്നെ അവർ നമുക്ക് തന്ന ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കുമ്പം അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇപ്പോൾ ഞാൻ ഈ ലെവലിൽ ഡ്രീം ചെയ്യാൻ പറ്റുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ കുറേ ഇൻസ്പിറേഷൻസും കുറേ കാഴ്ചപ്പാട്. അവർ കുറേ ആൾക്കാരെ കൊണ്ടുവരും. ചിലപ്പോൾ നമ്മളെ റോണി സ്ക്രൂവാല, അങ്കുർ വാരിക്കോ, അങ്ങനെയുള്ള കുറേ പേരൊക്കെ അവർ കൊണ്ടുപോകും. അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ അവരൊരു വിഷൻസ് കാര്യങ്ങൾ കേൾക്കുമ്പം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് വരും. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വന്നിട്ട് ഒരാഴ്ചൻ്റെ വർക്ക്ഷോപ്പ് നടത്തും, IBM വന്ന് നടത്തും, ഗൂഗിൾ വന്ന് നടത്തും. അപ്പോൾ ഞാൻ എല്ലാ ഹാക്കത്തോണിലും വർക്ക്ഷോപ്പിലൊക്കെ ഞാൻ പങ്കിടും. അപ്പോൾ അവിടുത്തെ എഞ്ചിനീയേഴ്സിനെ കണ്ട് സംസാരിക്കുമ്പം നമ്മളെ വിഷൻ ക്ലിയർ ആവും. കാരണം അവർ വെറുതെ ഒരു എഞ്ചിനീയറിൽ അവരെ ഫ്രീഡം, അവരവിടെ ഓഫീസിൽ അനുഭവിക്കുന്ന ലൈഫ് എന്താണ്, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അപ്പോൾ മോട്ടിവേഷൻ വരും. അപ്പോഴാണ് ഞാൻ ഈ സർവീസ് ബേസ്ഡ് എന്താ, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് എന്താ, സാലറി ഡിഫറൻസസ് എന്താണെന്നൊക്കെ മനസ്സിലായി. അപ്പം സർവീസ് ബേസ്ഡ് കമ്പനീസിലൊക്കെ പോകുകയാണെങ്കിൽ സാലറി മാക്സിമം ഫ്രഷേഴ്സിന് 6 lakh 7 lakh, ഇപ്പോൾ ഒക്കെ മാക്സിമം ഒരു 8 lakh ഒക്കെ വരെ കിട്ടുള്ളൂ. പ്രൊഡക്റ്റ് ബേസിൽ സ്റ്റാർട്ടിങ് 10 lakh ഒന്നും അറിയാത്ത ഒരാൾക്കും 10 lakh തുടങ്ങും. അതങ്ങനെ പോയി 30-40 ഒക്കെ പോകും. അപ്പം പ്രൊഡക്റ്റ് ബേസ് കിട്ടുക, വർക്ക് കൾച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് 9 to 5 ജോബല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പണിയെടുക്കാം, എപ്പോൾ വേണമെങ്കിൽ എന്തും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പം എനിക്ക് തോന്നുന്നു അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഞാൻ എടുത്ത ഒരു ഡിസിഷൻ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ എല്ലാ എക്സാംസും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു, പാസ് ആവാറുണ്ടായിരുന്നു? ഓക്കെ. അവിടുത്തെ എക്സാംസ് ഒക്കെ ഫുൾ സിസ്റ്റമാറ്റിക് ആണ്. അവിടെ ഫുൾ മോസ്റ്റ്ലി ടെക് കൺട്രോൾഡ് ആണ് എല്ലാ കാര്യം. അപ്പോൾ അറ്റൻഡൻസ് കറക്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി മാർക്ക് ആയിക്കാരും. നമ്മൾ വരുന്നുണ്ടോ ഇല്ല ഒക്കെ നോക്കുക, അവന് എത്ര പെർസെൻറ്റേജ് വേണം. എക്സാംസ് ഒക്കെ കറക്റ്റ്ലി സ്കെഡ്യൂൾഡ് നടക്കും, റിസൾട്ടും സ്കെഡ്യൂളായിട്ടൊക്കെ ഓൺലൈനിൽ വരും. അപ്പം ഇവിടുത്തെ ചില യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡിലേയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, ഒക്കെ അങ്ങനെ നടക്കും. ഞാൻ ചില സബ്ജക്ട്സിലൊക്കെ ഞാൻ റീയും ഫെയിലും ബാക്ക്ലോഗും ഒക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോളേജ് ആകുമ്പോൾ എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് നമ്മളൊരു ബാക്ക്ലോഗ് അടിക്കാഞ്ഞാൽ അതൊരു കംപ്ലീറ്റഡ് അല്ല. അത് കാരണം പഠിത്തം കാരണം +2 വരെ നമ്മൾ വന്നത് പഠിത്തം മാർക്ക് മേടിക്കുക, നല്ല ജോലി, ആ ഒരു പോളിസിയാണ് വന്നത്. പിന്നെയാണ് മനസ്സിലാക്കി പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന്. അതായത് നിങ്ങളിപ്പം 100 മേടിച്ചാലും 100ൽ ഒരു പാസ് മാർക്കായിട്ടുള്ള 40 മേടിച്ചാലും നിങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സാലറി ഓൾമോസ്റ്റ് സെയിം തന്നെ കാര്യം. മാർക്കിൻ്റെ ബേസ്ഡ് ആരും സാലറി തരാൻ പോകുന്നില്ല, മാർക്കിൻ്റെ ബേസ്ഡ് നിങ്ങൾക്ക് ജോലി തരാൻ പോകുന്നില്ല, ഒന്നുമില്ല. സ്കില്ലുണ്ടോ അത് മാത്രം നോക്കാം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല. ഓണസ്റ്റ്ലി ഞങ്ങൾ ക്ലാസ്സിന് പോകില്ല. കാരണം ഞങ്ങൾക്കൊന്നും ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആ ഒരു ഹാക്കത്തോണിന് പ്രിപ്പയർ ചെയ്യുന്നതോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ റിസർച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചില ഫ്രണ്ട്സൊക്കെ ഇപ്പം ഒരു ഹാക്കത്തോൺ നടക്കുകയാണ്, ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ഒരു ഹാക്കത്തോൺ നടത്തുകയാണെങ്കിൽ
രാവിലെ തൊട്ട് രാത്രി അല്ലെങ്കിൽ 24 hours അങ്ങനെ ഒരാഴ്ച കംപ്ലീറ്റ്ലി അവിടെ തന്നെ കിടന്നുറങ്ങും, ഹാളിൽ ഞങ്ങൾ കിടന്നുറങ്ങും, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ക്ലാസ്സിനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അത്രയും ക്ലാസ് എനിക്ക് മിസ്സാവുമ്പോൾ ഞങ്ങൾ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ആലോചിക്കും. അപ്പം ഇവിടെ ചെയ്യുന്ന പ്രൊജക്റ്റ് കാര്യം ഞങ്ങൾക്ക് നമ്മുടെ പ്രൊഫൈലിന് കൂടുതൽ ഉണ്ടാവുക, അവിടുത്തെ ആ ഒരു മാത്സോ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കില്ലൊക്കെ പഠിക്കുന്നത് എനിക്ക് ബെറ്റർ ആയിട്ട് ഇതാ തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അത് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എൻ്റെ പ്രൊഫൈലൊക്കെ ഇമ്പ്രൂവ് ചെയ്ത ഒറ്റ റീസൺസ് കൊണ്ട്. എൻ്റെ പ്രൊജക്ട്സ് മാത്രമാണ് എൻ്റെ ഒരു അന്നത്തെ ഒരു കീ സ്കിൽ അല്ലെങ്കിൽ കീ അഡ്വാൻറ്റേജ് എന്ന് പറയാം മറ്റുള്ള സ്റ്റുഡൻസിനെ വെച്ച് നോക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്നത്. ഓക്കെ. അപ്പോൾ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള കമ്പനീസിൻ്റെ ഇവൻറ്റ്സ്, ഹാക്കത്തോൺസ്, കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ഇതിലെല്ലാത്തിലും പങ്കെടുക്കും. എല്ലാത്തിലും പങ്കെടുക്കും. ചില സമയത്ത് നമുക്ക് തന്നെ പ്രോബ്ലംസ് ഒക്കെ വരും. ചില സമയത്ത് നമ്മൾ തന്നെ ചിലപ്പോൾ പറയാം ഇവരെന്താണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്, ഇവർക്ക് മറ്റേ ചെയ്തുകൂടെ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് അല്ലേ, നമ്മൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അപ്പോഴാണ് ഐഡിയ തരാം. പകരം നമ്മളാണ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ LMS എന്നൊരു സാധനമുണ്ട്, അതായത് സ്റ്റുഡൻസിനെ മൊത്തം മാനേജ് ചെയ്യുന്ന ഒരു CRM പോലെ സംഭവം. അപ്പോൾ അതിലാണ് അറ്റൻഡൻസ് കാര്യം. അപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമാവാറുണ്ട്, ചില ഭയങ്കര സ്ലോ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള കാര്യം നമ്മൾ തന്നെ ബിൽഡ് ചെയ്യും, അവർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇത് ചെയ്താൽ പോലെ അവർ കൊള്ളാലോ, ഇത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ അപ്പം എൻ്റെ പ്രോജക്റ്റ് ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്ത് 3 വർഷം എടുത്ത്, മീൻസ് അത് ചെറുത് തുടങ്ങിയിട്ട് വലുതായി മാറിയാൽ ഒരു പേഴ്സണൽ AI ആയിരുന്നു. ആ ഒരു AIനെ ഞാൻ പല സ്ഥലത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇവരയിലാണെങ്കിലും അവിടെ വേറെ കുറേ സ്റ്റാർട്ടപ്സ് ഉണ്ട്, അവരിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. IoT പ്രോജക്ട്സ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തിൽ ഇന്നിപ്പം ഭയങ്കര സുലഭം, എല്ലായിടത്തും സിറിയും ഗൂഗിൾ അസിസ്റ്റൻറ്റ് ChatGPT. അന്ന് ഇതൊക്കെ ഭയങ്കര റെയർ സീൻസ് ആണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. എല്ലാ കമ്പനീസ് വരുമ്പോൾ നീ ഇതെങ്ങനെ ചെയ്തു എന്ന് പറയാൻ ആ എൻജിനീയേഴ്സിന് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അവിടുന്ന് പഠിച്ചെടുത്തതും ചെയ്ത കാര്യങ്ങളും. അങ്ങനെയാണ് പ്രൊജക്റ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് ആണത്. അതാണ് എൻ്റെ പ്ലേസ്മെൻറ്റിനുള്ള മെയിൻ ജേർണി. അങ്ങനെ അതിൽ നിന്നാണ് വന്നത്. ഓക്കെ. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്നുള്ള ഇതിലോട്ട് കിടക്കണ ഇവിടുന്ന് തന്നെ ഉണ്ടായിരുന്നോ അതോ അവിടെ പോയിട്ടാണോ? എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ലൈക്ക് ടെക് ആണ്. എസ്പെഷ്യലി നമ്മൾ അയൺമാൻ്റെ ഒരു ഫിലിം, അയൺമാൻ ഫസ്റ്റ്, ഞാൻ ആ ഒരു ക്യാരക്ടറിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പം അന്നോട്ടുള്ള ആകാം ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല ഒരു ലെവലാവണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ആസ് എ ചൈൽഡ് നമുക്ക് അതൊക്കെയാണല്ലോ ഡ്രീം ചെയ്യാൻ പറ്റുക, എങ്ങനെയൊന്നുമല്ല. അപ്പം അറിയാം ടെക്കാണ് നമ്മളെ ഫ്യൂച്ചർ എന്നറിയാം. അങ്ങനെയാണ് ഞാൻ CS എടുത്തതും ഇതിലേക്ക് വന്നു. അപ്പം ഇവിടെ സ്കൂളിൽ എടുക്കാൻ +1 +2 ജാവ പഠിപ്പിച്ചിരുന്നു. അപ്പം ബേസിക് ജാവ കാര്യങ്ങൾ സിലബസിൻ്റെ പാർട്ടായിട്ടുണ്ട്. അന്നാണ് കോഡിങ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത്ര നല്ല കോഡറല്ല, ബട്ട് ബേസിക്സ് കാര്യമാണ്. പിന്നെ കോളേജിൽ പോയപ്പം ജാവ ടു C++ അങ്ങനെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ജാവയും ഞാൻ എൻ്റെ കൂടെ ചെയ്തു. പിന്നെ ഞാൻ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓരോ പ്രൊജക്ട്സിനും ഓരോന്ന്. ഇപ്പം എൻ്റെ AI ഞാൻ ജാവയിലാണ് ചെയ്തത്. ഇപ്പോഴൊക്കെ AI മെഷീനിലൊക്കെ പൈത്തൺ. അന്ന് ജാവയിൽ ഇതൊക്കെ ചെയ്യാറുണ്ട് തന്നെ ഇതില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് വോയിസ്, ആ AIക്ക് ഒരു വോയിസ് കൊടുക്കണം. വോയിസ് കൊടുക്കാൻ വേണ്ടി ഞാൻ മൊത്തം ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ എല്ലാ വേർഡ്സും ഒരു നോട്ട് പാഡിൽ ഞങ്ങൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി അങ്ങനെ 1000 ലൈനുകൾ വേർഡ്സ് ഉണ്ടാക്കി അതിന് ഞങ്ങൾ വോയിസ് കൊടുത്ത് ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു കഷ്ടം. ഇന്നൊക്കെ ഒരു ലൈബ്രറി കൊണ്ട് പെട്ടെന്ന് ഇതാണ് നടക്കുക. അന്ന് ഞങ്ങൾക്ക് ഇതൊന്നും അറിയുന്നില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോന്ന്. അങ്ങനെയാണ് ഓരോന്ന് പഠിച്ചു വന്നതും ചെയ്തു വന്നതൊക്കെ. അങ്ങനെയാണ് എനിക്ക് കാരണം ക്ലാസ്സിൽ പഠിപ്പിക്കൂല അങ്ങനെയൊന്നും. ക്ലാസ്സിൽ ബേസിക്സ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ പ്രോബ്ലം ഇതെങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് നമ്മൾ റിസർച്ച് ചെയ്യും, ഗൂഗിൾ ചെയ്യും, സ്റ്റാക്ക് ഓവർഫ്ലോ വായിച്ചു നോക്കും, ഡോക്യുമെൻറ്റേഷൻ വായിച്ചു നോക്കും. അങ്ങനെയാണ് കോഡിങ്ങും പഠിച്ചു തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഈ ഫ്രണ്ട്സ് എന്ന് പറയണത് ഇപ്പോൾ സാധാരണ കോളേജിൽ പോകുമ്പോൾ എല്ലാതരം ഫ്രണ്ട്സും ഉണ്ടാവും. നമ്മളൊക്കെ കോളേജിൽ പോയപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഏത് ഫ്രണ്ട്സിനോടായിരിക്കും? വൈബ്, അതായത് അടിച്ചു പൊളിക്കുക എന്നുള്ള ആ ഗ്യാങ്ങിലോട്ടായിരിക്കും നമ്മൾ കൂടെ. ഫ്രണ്ട്സ് എങ്ങനെയാണ്? രണ്ടും ഉള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതോ എങ്ങനെയായിരുന്നു ശരിക്കും ലൈഫ്? ഈ പറഞ്ഞ പോലെ ഫുള്ളി ഇതിൽ തന്നെ ആയിരുന്നു അതോ എന്റർടൈൻമെന്റ്? എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. അത് കാരണം നമ്മൾ വന്നത് ഫ്രീഡത്തിനാണല്ലോ. അപ്പോൾ എല്ലാവരും എന്റർടൈൻമെന്റ് എന്തോ ഉണ്ടാവും. ബട്ട് അഗെയിൻ എല്ലാവർക്കും അവരുടെ ഡ്രീംസും കാര്യങ്ങളും ഉള്ളവരാണ്. കാരണം ഞാൻ എല്ലാവരും CS തന്നെ. എൻ്റെ റൂംമേറ്റ്സ്, ഹോസ്റ്റൽ റൂംമേറ്റ്സ് അവർ BBA ചെയ്യുന്നവരാണ്. ബട്ട് അവരാണ് എൻ്റെ ഈ AI പ്രോജക്റ്റിന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തതും എന്നെ ഹെൽപ്പ് ചെയ്തതും. അവർ കോഡ് ചെയ്തിട്ടല്ല ഹെൽപ്പ് ചെയ്യുന്നത്, അവർ എന്നെ കൂടെ ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ചില പ്രോജക്ട്സ്, ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാം. വാട്ട് ഈസ് 2 + 3 × 3 അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ചോദ്യം ചോദിച്ചാൽ AIക്ക് റിപ്ലൈ ആണ്. പക്ഷെ അത് സ്ട്രിങ് ആണ്, അത് നമ്മൾ ഇൻറ്റിജർക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ മാത്തമാറ്റിക്കൽ ഓർഡറിൽ കാൽക്കുലേറ്റ് ആണ്. എനിക്ക് ആ പ്രായത്തിൽ ഈ ഡാറ്റ സ്ട്രക്ചർ ഒന്നും അറിയത്തില്ല അത്ര. അപ്പം ഞങ്ങൾ 3 പേരും പാടെ ഒരു ഗ്രൗണ്ടിൽ പോയിരുന്ന് ചായയും കുടിച്ച് ആലോചിക്കും. അപ്പോൾ അവർക്ക് ടെക് അത്ര അറിയില്ല. അവർ പറയാം, എടാ നീ ഇങ്ങനെ ചെയ്തോക്കടാ, അത് അങ്ങനെ ആക്കിയൊക്കെ ഇങ്ങനെ ആക്കി. അപ്പം നമ്മളപ്പം എടാ നീ പറഞ്ഞ ശരിയല്ലടാ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ ആൻസർ നമുക്ക് വരും, പക്ഷെ അവർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. എനിക്കിപ്പം UI ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്, എനിക്ക് ചെയ്യാനും അറിയത്തില്ല. ഫ്രണ്ട് എൻഡ് ഒന്നും ഞാൻ തൊടലില്ല, എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഫീൽഡാണ്. ബട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഫ്രണ്ട് എൻഡ് എക്സ്പേർട്ടാണ്. അവന് യൂബറിലും ഓലയിലൊക്കെ അവന് ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ ആയിരുന്നു. അവനിപ്പോൾ ഊബറിൽ ഇപ്പം level 3 നിൽക്കുന്ന ഒരു ഫ്രണ്ട് എൻഡ് എഞ്ചിനീയർ. അവനാണ് എൻ്റെ എല്ലാ സാധനത്തിനും UI
ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ അവനക്കൊരു ഹെൽപ്പായി, എനിക്കും ഹെൽപ്പായി. അങ്ങനെയുള്ള ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ബിരിയാണി കഴിക്കാനായിട്ട് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു, ചായ കുടിക്കാൻ വേറെ ഫ്രണ്ട്സ്, അപ്പോൾ ഓരോ പാർട്ടിക്ക് പോകാൻ എല്ലാത്തിനും ഓരോരുത്തരും ഒരു ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ എല്ലാത്തിലും എല്ലാവരും കുറേ പേര് കോമണുമാണ്. അതാണ് നമ്മളെ ലൈഫ് ഒരു കളർഫുൾ ആക്കുകയുള്ളൂ. പാർട്ടി എല്ലാം കോളേജിന്റെ ഉള്ളിൽ തന്നെ, ആ ക്യാമ്പസിൽ തന്നെ എല്ലാം. അതെ അതെ, ഞാനുള്ള സമയത്ത് തന്നെ ഷാറുഖ് ഖാൻ വന്നിട്ടുണ്ട്, ദീപിക പാദുക്കോൺ, അങ്ങനെ കുറേ സെലിബ്രിറ്റീസ് വരും, ക്രിക്കറ്റ് സ്റ്റാർസ് വരുന്നുണ്ട്, ധോണി, കോഹ്ലി അവർ വരും. എല്ലാവരും കണ്ടിട്ടുണ്ട്. കോക്ക് സ്റ്റുഡിയോ പരിപാടികൾ നടക്കും, കുറേ പാർട്ടി പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട്. നോർത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന എല്ലാ പരിപാടികളും അവിടെ നടക്കും. എല്ലാ ഫിലിമിന്റെ പ്രൊമോഷൻസ് അവിടെ നടക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂവി ഷൂട്ടിങ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവും കുറേ പരിപാടികൾ. ഇതൊക്കെ മാറിയിട്ട് ഇതിലോട്ട് മൂഡ് വരണമെങ്കിൽ ശരിക്കും സെൽഫ് മോട്ടിവേഷൻ. അതെ അതെ, മോട്ടിവേഷൻ. ചിലവർ അറ്റൻഡൻസ് പേടിച്ച് വരുന്നവരുണ്ട്, ചിലവർക്ക് ഓരോരുത്തർക്ക് ഓരോ പ്രിഫറൻസ് ആണ്. ചിലപ്പം ധോണി വരുമ്പം ആരും ഇത് സെമസ്റ്റർ ഫെയിൽ ആയാലും കുഴപ്പമില്ല, ധോണിനെ കാണുമെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ഷാറുഖ് ഖാനെ കാണുന്നവർ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ്. അപ്പം എനിക്ക് പേഴ്സണലി അവരെ കാണുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ പകരം റോണി സ്ക്രൂവാല വന്നപ്പം, അല്ലെങ്കിൽ ആമസോണിൻ്റെ VP വന്നപ്പം, അപ്പോൾ നമ്മൾ ആ ക്ലാസ് കട്ട് ചെയ്യും, ഇവരെ കണ്ടാൽ മതി, ഇവരെ ടോക്ക് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക്. അപ്പം ഓരോരുത്തർ ഇഷ്ടം പോലെ അങ്ങനെ പോകാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ടെക്കി ഗാങ്സ് ഉണ്ടായിരുന്നോ, അതോ BBA ഫ്രണ്ട്സ് തന്നെയായിരുന്നോ? അതോ അല്ല, അവരതായിട്ട് പോകും. ഞാനപ്പോൾ ടെക്കി ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ആയിട്ട്, അവരും പല നാട്ടിൽ നിന്നുള്ള, ഡൽഹിയിൽ നിന്നുള്ളവരുണ്ട്, കൊൽക്കത്ത, ലക്നൗ എന്നൊക്കെ. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടെ ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട്. ഓക്കെ. ഞാൻ ചോദിക്കണത് ചിലപ്പോൾ ഇപ്പം എൻ്റെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ, ഇപ്പം ഞാൻ എറണാകുളത്താണ് പഠിച്ചത്. വീട്ടിൽ പോയ സമയത്ത് ഒരു 4-5 പേരുണ്ടാവും ടെക്ക് വൈബുള്ള ആൾക്കാർ, 60 പേരുള്ളതിൽ. ബാക്കി ഒരു 90% ആൾക്കാരും ഈ ഫണ്ട് മാത്രമാണ്. ഇതേ സിനാരിയൊക്കെ തന്നെയാണ് അവിടെ. അതെ, അവിടെ 90% ഫണ്ട് തന്നെ. പക്ഷെ അവിടെ ഉള്ള 10% പറഞ്ഞാൽ ഞാനല്ലേ, 3000 പിള്ളേരിൽ 10% 300 പേരായി. അപ്പോൾ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കൂടി നമുക്ക് പല സർക്കിൾസ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതങ്ങനെയാണ്. പക്ഷെ എല്ലാവരും വേണം, എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫിലെ പല ആസ്പെക്റ്റും. ഇപ്പം നമുക്കിപ്പോൾ ഒരു ആർട്സ് എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിലൊക്കെ ഇപ്പം അവിടെ വൺ ഇന്ത്യ വൺ വേൾഡ് എന്ന പരിപാടി, അതായത് നമ്മൾ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയം. അപ്പം മലയാളീസ് കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വേറെയുള്ള MBAയിലും BBAയിലും അല്ലെങ്കിൽ ആർട്സിലും അല്ലെങ്കിൽ വേറെ എഞ്ചിനീയറിംഗ് മലയാളീസിനോടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ആർട്സായിട്ട് നമുക്ക് കഴിവുണ്ടാവില്ല, നമ്മളെ ഫ്രണ്ട്സൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും വേണം. അതത്രേ ഉള്ളൂ. ഞാൻ ആ ഒരു ഇതിലാണ് നിൽക്കൽ. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റത്തെ പ്ലേസ്മെന്റ് കിട്ടിയത് അത് തേർഡ് ഇയർ ആയപ്പോലെ കിട്ടിയത്? അതെ, തേർഡ് ഇയറിൽ. ഓക്കെ. അത് എങ്ങനെയാണ് അതിലൂടെ എത്തിയത്? അത് ശരിക്കും ഒരു വലിയ സ്റ്റോറിയാണ്. കാരണം ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ഒരു കുഞ്ഞ് സ്റ്റാർട്ടപ്പിലായിരുന്നു. അതൊരു യൂണിവേഴ്സിറ്റി ഇതിൽ കിട്ടിയത്. അപ്പം അന്ന് ഞാൻ പറഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ക്യാഷാണല്ലോ തരിക മാസം. അപ്പം അന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റൈപ്പൻഡായിട്ട് തരുന്നത് 10,000 റുപ്പീസ്. അപ്പോൾ ഞാനിത് ഇതാണ് ബെസ്റ്റ്, ഞാൻ ഇന്ന് തൊട്ട് റിച്ചാണ്, ലൈഫ് സെറ്റാണ്. കാരണം അവർ അക്കോമഡേഷൻ ഉണ്ട്, അപ്പാർട്ട്മെന്റ് ഫ്രീ ആണ്. അപ്പം അന്നൊക്കെ അപ്പാർട്ട്മെന്റിൽ വലിയ ഇത് തേർഡ് ഇയറിൽ 10,000 ആ ഓഫറാണ് വന്നു. അപ്പോൾ അപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റിനുള്ള അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അന്ന് മറ്റേ വലിയ ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സ്, പ്രൊഫസർ മാത്രമേ താമസിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇനി അവിടെ താമസിക്കും, അവരെ കൂടെ ടീച്ചേഴ്സിൻ്റെ മറ്റേ ടാഗൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അവിടെ വർക്കും ചെയ്യാം, നമുക്ക് എല്ലാ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറി ഒരാഴ്ച 2 ആഴ്ച വർക്ക് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ ടിവോ എന്ന് പറയുന്ന ഒരു കമ്പനി വരുന്നത്. അതൊരു US ബേസ്ഡ് കമ്പനിയാണ്. ഞാനും ആദ്യമായിട്ടൊക്കെ കേട്ടപ്പോൾ ഏത് കമ്പനി എന്നല്ല. പക്ഷെ പാക്കേജ് നോക്കിയപ്പോൾ സ്റ്റാർട്ടിങ് സാലറി എനിവെയർ ഫ്രം 12 lakh ആൻഡ് അബവ് എന്നാണ് അതിൽ എഴുതിയത്. ഫ്രം 12 lakh ആൻഡ് അബവ് എന്നാണ്. അപ്പോൾ ഞാൻ തന്നെ അപ്പോൾ ഇതിൽ ആനുവൽ സാലറി 12 lakh മിനിമം സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ ഒരു റൂളുണ്ട്, ഓൾറെഡി പ്ലേസ്ഡ് ആയ അടുത്ത പ്ലേസ്മെൻറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു റൂളുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി കമ്മിറ്റും ചെയ്ത്, പക്ഷേ 1 മാസം ആയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എങ്ങനെയും ക്വിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യൂണിവേഴ്സിറ്റിക്കാരെ എനിക്കുള്ള ആകെ ഗുണം അറ്റൻഡ് ചെയ്ത എല്ലാ ഇൻ്റർവ്യൂ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇവൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി അറ്റൻഡ് ചെയ്തൊക്കെ കിട്ടുമെന്ന് നോക്കാറ്. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറ്റൻഡ്, അപ്പം ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി. അവർ പറഞ്ഞു ഫോർത്ത് ഇയർ ഫുൾ ഇൻറ്റേൺഷിപ്പ്, 1 വർഷം ഇൻറ്റേൺഷിപ്പാണ്, സ്റ്റൈപ്പൻഡ് 30,000. സ്റ്റൈപ്പൻഡ് 30,000, അതായത് 1 വർഷം 3.6 lakh ആയി. അവിടെ അന്ന് ഫുൾ ടൈം ആൾക്കാർക്ക് ജോബ് പോകുന്നത് 3 lakhലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻറ്റേൺസിന് സ്റ്റൈപ്പൻഡ് 3.6. ഞാൻ അപ്പം തന്നെ യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞു, അവർ ഓഫർ തന്നു, ഫുൾ ടൈം ആവാനും ചാൻസ് കൂടുതലാണ്. അവർ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആദ്യം ജോയിൻ ചെയ്ത് കൊടുത്തു. അവർ നമ്മളോട് ഡിമാൻഡ് ചെയ്തു 2 lakh നീ പേ ചെയ്യണം, എന്നാലേ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഭയങ്കര, അപ്പം യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്തു. അവർ എന്തൊക്കെയോ പറഞ്ഞ് റെഡിയാക്കിയിട്ട് എന്നെ അപ്പം തന്നെ റെഡിയാക്കി ആ നിമിഷം തന്നെ ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂരിലേക്ക് നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റ്. കമ്പനി ബാംഗ്ലൂരായിരുന്നു?
കമ്പനി ബാംഗ്ലൂരിലാണ് ഓഫീസ് ഉള്ളത്. അപ്പോൾ ഈ അല്ല മറ്റേ ഓപ്ഷൻ വെച്ചിട്ട് കോളേജിൽ തന്നെ നിന്നുകൊണ്ടല്ലോ 10,000 കിട്ടുന്നത്. മറ്റേ ആ കമ്പനി സ്റ്റാർട്ടപ്പ് കോളേജിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ഇത് ബാംഗ്ലൂരിലോട്ട് പോകണം. ഇത് ബാംഗ്ലൂരിലേക്ക്, ഇത് US ബേസ്ഡ് കമ്പനിയാണ്. ബാംഗ്ലൂരിലാണ് അവരെ സൗത്ത് ഏഷ്യൻ. ഫോർത്ത് ഇയറിൽ പിന്നെ അറ്റൻഡൻസ് ഉണ്ടാവില്ലല്ലോ. ഇല്ല, അപ്പം ഫോർത്ത് ഇയറിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട, അതാണ് ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു ബെനിഫിറ്റ്. നമ്മൾ ഫോർത്ത് ഇയർ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട, എക്സാം എഴുതേണ്ട, ഒന്നുമില്ല, സെമസ്റ്റർ എക്സാംസ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് സെമസ്റ്ററിൻ്റെ അവസാനം ഒരു ദിവസം അവിടെ വരിക, നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവർക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു PPT കാണിച്ചു കൊടുക്കുക. കാരണം എല്ലാവരും ഇൻസ്പയർ ചെയ്യാനും പറഞ്ഞു കൊടുക്കുക നമ്മൾ എന്ത് ചെയ്തു എന്ത്. ഞാൻ എൻ്റെ ഫസ്റ്റ് 6 മാസം ഞാൻ ഡാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് മെഷീൻ ലേണിംഗ് ആയിരുന്നു. നെക്സ്റ്റ് 6 മന്ത് ഞാൻ മെഷീൻ ലേണിംഗ് ആൻഡ് കോൺവെർസേഷണൽ AI അപ്പം ഇത് രണ്ടും. അപ്പോൾ അവർക്ക് പ്രസൻറ്റ് അവരെ നമുക്ക് ഫുൾ മാർക്ക് തന്നിരുന്നു. ലൈക്ക് എനിക്ക് അതുവരെ സെമസ്റ്ററിൽ നമ്മൾ ആവറേജിൽ നിൽക്കുന്ന ആളാണ്, അവിടെ നിൽക്കുന്ന പെട്ടെന്ന് ഫുൾ മാർക്ക് കിട്ടും. നമ്മൾ ടോട്ടൽ CGPA ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയാണ് ആ യൂണിവേഴ്സിറ്റി എനിക്ക് ചെയ്ത ഒരുപാട് പേഴ്സണൽ ബെനിഫിറ്റ്. കാരണം ആ കമ്പനി അത്രയും ഡിമാൻഡ്. ഞങ്ങൾ ആകെ 3 പേർക്ക് അവിടെ ഇൻറ്റേൺസ് ആയിട്ട് ടോട്ടൽ ആ കമ്പനിയിൽ ഇൻറ്റേൺസ് 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ 20ൽ ഞങ്ങൾ 3 പേര് മാത്രമാണ് ഈ കോളേജിൽ നിന്നുള്ള, 2 പേര് വേറെ പ്രൈവറ്റ് കോളേജാണ്, ബാക്കി 15 പേര് IITians-ആണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു സ്ഥലത്തെത്തി, ഒരു റൂമിൽ ഒരേ സ്റ്റൈപ്പണ്ട് മേടിക്കുന്നിടത്ത് ഞങ്ങളെല്ലാവരും എത്തി. 15 പേര് IITians നമുക്ക്, അതും മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഖരഗ്പൂരിൽ നിന്നുള്ളവർ, ചെന്നൈയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ നമ്മളെല്ലാവരും റൂമിലാണ് ഇരിക്കുന്നത്. അപ്പം അപ്പോഴാണ് ഈ പോയിന്റ് വന്നത്, എവിടെ പഠിച്ചാലും എന്താ എല്ലാവരും ഒരു എത്തിയില്ല എന്നുള്ളത്. അല്ല, ഇതിൽ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ആ സമയത്തുള്ള ഇന്റർവ്യൂവിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? അതായത് ഏത് ടൈപ്പിലായിരുന്നു നമ്മൾ, അതായത് പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ടായിരുന്നു ഇന്റർവ്യൂ, അതോ ബേസിക്സ് ഡാറ്റ സ്ട്രക്ചർ ആ ലെവലുള്ള ഇന്റർവ്യൂസ് ആയിരുന്നു, അതോ വെറും ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ആൽഗോരിതം? അത് മാത്രമല്ല, എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് 2 സം ക്വസ്റ്റ്യൻ ആയിരുന്നു ആദ്യം ചോദിച്ചത്. ആദ്യം നമ്മൾ ഫോൺ വിളിച്ച് നമ്മൾ നോർമൽ കോൺവെർസേഷൻ ഉണ്ടാവും, എന്തൊക്കെയാണ്, എന്താ സുഖമാണോ, ഫ്രീ ആണോ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചു പോകും. എന്നിട്ട് ചോദിക്കും, ആദ്യം ഫോണിലായിരുന്നു, ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരുന്നു. ഫോൺ ചോദിച്ചാൽ അപ്പം ഒരു പ്രോബ്ലം ഉണ്ട് ഇങ്ങനെ, ഇപ്പോഴത്തെ ലീഡ് കോളിൽ 2 സം ക്വസ്റ്റ്യൻ ആണ്. അന്ന് എനിക്ക് അതൊന്നും അറിയത്തില്ല. കാരണം ഒരാരെയും ഇങ്ങനെ തന്നിട്ടുണ്ട്, അതിൽ നമുക്ക് ഈ ഒരു സമ്മ് കണ്ടുപിടിക്കണം, നീ ആണെങ്കിൽ എങ്ങനെ അത് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അപ്രോച്ച് ഫോണിൽ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന, കോഡ് ചെയ്തിട്ടല്ല. അപ്പോൾ പറയും ഓക്കെ, അപ്പോൾ നീ പറഞ്ഞ അപ്രോച്ചിനെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പറയും അപ്പം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യും, നീ ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്ക്, ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്ക് എന്താ. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് റൗണ്ട് പോയത്. പിന്നെ നെക്സ്റ്റ് റൗണ്ട് ഓൺലൈനിൽ അവർ വേറൊരു DSA ക്വസ്റ്റ്യൻ തന്നു. ഞാൻ എൻ്റെ ഈ 6 years or 7 years എക്സ്പീരിയൻസിൽ എല്ലാതും DSA ആയിരുന്നു. എല്ലാ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ കമ്പനീസിനും എല്ലാത്തിലും ഇതാണ് മെജോറിറ്റി. 75% DSA ഉണ്ടാവുക, 25% നമ്മളെ ബിഹേവിയറും. അത്രേ ഉള്ളൂ. ഈ ഒരു 2 മോഡേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചില സ്റ്റാർട്ടപ്സ് റെയറായിട്ട് പ്രൊജക്ട് ബേസ്ഡ് വയ്ക്കും, പക്ഷെ അതും DSA ഒക്കെ കഴിഞ്ഞ ശേഷമുള്ള ലാസ്റ്റ് റൗണ്ടിലെ പ്രൊജക്ട്സ് വരുള്ളൂ, അല്ലാതെ ഉണ്ടാവാറില്ല. DSA എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കേസിൽ വന്നിട്ട് അങ്ങനെയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും അത് തന്നെ, DSA കഴിഞ്ഞിട്ടേ ഒക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് AI ബേസ് ചെയ്തിട്ടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല? ഇല്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ഇല്ല, അത് ചോദിക്കാനും കാരണം നമ്മളൊരു ഫ്രഷറാണ്, ഇതാണ്. അപ്പം നമ്മൾ ഒരിക്കലും എക്സ്പേർട്ട് ആവത്തില്ല. അവർ ഒരു കമ്പനി നോക്കുന്നത്, അതായത് ഒരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് പറയാം. നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഒരു എംപ്ലോയി പഠിക്കാനും അഡാപ്റ്റ് ആവാനും പുതിയ ടെക്ക് ഇത് പഠിക്കാനൊക്കെ റെഡിയാണോ, ഓക്കെ ആണോ, വില്ലിങ്നെസ് ഉണ്ടോ, അതാണ് അവർ നോക്കുക. എന്നിട്ടാണ് പിന്നെയാണ് നമ്മൾ എക്സ്പേർട്ടായി തുടങ്ങുക. അവർ പിന്നെ ഞാൻ അതുവരെ ഞാൻ പറഞ്ഞില്ലേ C++, ജാവ, ഈ 3 ലാംഗ്വേജ് എനിക്ക് അറിയുള്ളൂ. കൂടുതൽ ഡേറ്റ, ഈവൻ ഡാറ്റ സ്ട്രക്ചർ പോലും എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. ഞാനിവിടെ ജോയിൻ ചെയ്തു, ടിവോയിൽ ജോയിൻ ചെയ്തു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ. അതുവരെ ഞാൻ പൈത്തൺ എന്താന്ന് ആരോ പറയുന്നത് കേട്ടെന്നല്ലാതെ ആരും ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരു ആരും ഇല്ല പൈത്തൺ അറിയുന്നതോ ചെയ്യുന്നതോ. പൈത്തണാണ് ലാംഗ്വേജ്. മെഷീൻ ലേണിംഗ് ഡാറ്റ എഞ്ചിനീയറിംഗ് ടീമാണ്. പിന്നെ വർക്ക് ചെയ്യുന്നൊക്കെ ടെർമിനലാണ്, അതായത് ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും മറ്റേ ബ്ലാക്ക് സ്ക്രീൻ കമാൻഡ് പ്രോംപ്റ്റിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതൊക്കെ പാട് ഫസ്റ്റ് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഓവർവെൽമിങ്, എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയാണ്. ഞാൻ പൈത്തൺ പഠിക്കാൻ, ബേസിക് പഠിക്കാൻ 2 ആഴ്ച എടുത്തു, 1 മാസം കൊണ്ട് ഫുള്ള് പഠിച്ച്. കാരണം ഞാൻ കോഴ്സൊന്നും അറ്റൻഡ് ചെയ്തില്ല, ഡയറക്റ്റ്ലി വർക്ക് ചെയ്ത്. അറിയാത്ത നേരെ ഗൂഗിൾ സെർച്ച് ചെയ്യും, സ്റ്റാക്ക് ഓവർഫ്ലോന്ന് ഹെൽപ്പ് കിട്ടും, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമുക്കൊരു കോഡിങ് നോളേജ് ഉണ്ടല്ലോ, C++ എങ്ങനെയാണ്, ജാവ എങ്ങനെയാണ് അറിയാം. അപ്പോൾ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, എല്ലാ പ്രോഗ്രാമിങ്ങിനും ഒരു കോർ അണ്ടർസ്റ്റാൻഡിങ് ഒന്നേ ഉള്ളൂ, സിൻറ്റെക്സേ മാറുന്നുള്ളൂ. അപ്പോൾ അത് ലോജിക് വെച്ചിട്ട് നമ്മൾ ചെയ്ത് പിന്നെ വർക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണ് ഞാൻ ഈ ML AI കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെയാണ് പാറ്റൻറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ എത്തി തുടങ്ങിയത്. അത് അവിടെ കമ്പനിയുടെ ശരിക്കും ആ ഇന്റേൺഷിപ്പിൽ നിന്നാണ് ശരിക്കും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും വേറെ ലോകം ഉണ്ടെന്ന് മനസ്സിലായത്. അതുവരെ നമ്മൾ സത്യം പറയണത്, അതുവരെ നമ്മൾ ഇതുപോലെ ജോബ് പറഞ്ഞത് നമ്മൾ മറ്റേ ഫോർമൽസ് ഇടുക, ഓഫീസിൽ പോവുക,
ഇരിക്കുക 9 to 5 വരെ കമ്പ്യൂട്ടറിന് മുന്നിൽ പണിയെടുക്കുക. അങ്ങനെ ഇവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ആൾക്കാർക്ക് ടീഷർട്ട് ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ വന്ന പോലെ ടീഷർട്ടും കാഷ്വൽസിൽ വന്ന് എപ്പോൾ വേണമെങ്കിലും വരാം. 9 മണിക്ക് വരണമെന്നില്ല, 11 മണിക്ക്. ഞാനൊക്കെ ചില സമയത്ത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് പോവാറ്. കറക്റ്റ് ലഞ്ച് ടൈം, ലഞ്ച് കഴിക്കും, കുറച്ച് പ്ലേ സ്റ്റേഷൻ കളിക്കും, ടേബിൾ ടെന്നീസ് കളിക്കും എല്ലാ കൊളീഗ്സൊക്കെ ആയിട്ട്. ഒക്കെ കഴിഞ്ഞ് ഒരു 2-2:30 ആകുമ്പോഴാണ് ഒരു ചായയും കൊണ്ട് പണിക്ക് ഇരിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് എപ്പം പണിയെടുക്കണമെന്ന് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് ചെയ്തു തീർക്കണം എന്നുള്ളത്. ഇന്ന സമയം അത് നമ്മൾ ചെയ്തു തീർക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ആരും ചോദ്യം ചെയ്യാനുണ്ടാവില്ല, ആരും പോയിട്ട് നമുക്ക് നമ്മളെ ഫ്രീഡം ഉണ്ടാവും. ആരും സാറെന്നോ അല്ലെങ്കിൽ ആരെയും കാണുമ്പോൾ എണീറ്റിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവരും പേരിട്ട്, ഇപ്പം എൻ്റെ മാനേജറൊക്കെ എത്രയോ ഇയേഴ്സ് ഓൾഡർ, പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് നെയിം ബേസിസിൽ എല്ലാവരും വിളിക്കുക. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ അവരൊക്കെ പറഞ്ഞു ബാംഗ്ലൂർക്ക് നമ്മുടെ ബാംഗ്ലൂർ ചെന്നൈക്ക് പോയതിന് IT കമ്പനി എല്ലാത്തിനും ഈ ഒരു കൾച്ചർ പേര് വിളിക്കാന്ന്. ബേസിക്കലി US ബേസ്ഡ് കമ്പനീസിലൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് കൾച്ചർ. മീൻസ് ടെക് കമ്പനീസിലെ കൾച്ചേഴ്സ് അങ്ങനെയാണ്. അപ്പോൾ യൂറോപ്പിലാണെങ്കിലും എവിടെയാണ് അങ്ങനെയാണ്. ഇവിടെ അത് കൊണ്ടുവന്നത് US കമ്പനീസ് ആണെന്നുള്ളൂ. പിന്നെ ഫോളോ ചെയ്യുന്ന സ്റ്റാർട്ടപ്സും പുതിയ കമ്പനീസൊക്കെ അത് ഫോളോ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പഴയ ടെക് കമ്പനീസൊക്കെ ഇപ്പോഴും സാർ അങ്ങനെയുള്ള ഒരു ഇതിലാണ് പോകുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഡാറ്റാ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, ഇപ്പോൾ ഞാൻ ഇവിടെ പഠിക്കുന്ന, ഇപ്പോൾ പ്രോഗ്രാമിൽ പഠിക്കുന്ന പല കുട്ടികളും ഞാൻ എന്തിനാണ് ഡാറ്റാ സ്ട്രക്ചർ പഠിക്കുന്നത്, ഇത്രയൊക്കെ പഠിക്കണോ എന്നൊക്കെയുള്ള ഇത് എന്നോട് ചോദിക്കാറുണ്ട്. എന്നോട് നല്ല ടീമിനോടൊക്കെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവർ പലപ്പോഴും ചോദിക്കാറുണ്ട് ഡാറ്റാ സ്ട്രക്ചർ ഇത്ര വേണോ. അപ്പോൾ ഞാൻ പറയും എപ്പോഴും ഹയർ ലെവലിൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല പാക്കേജ് കീപ്പ് ചെയ്യുന്ന കമ്പനീസിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാറ്റാ സ്ട്രക്ചർ നല്ല ഡീപ്പായിട്ട് പോകേണ്ടി വരും. അല്ല നിങ്ങളൊരു സാധാരണ കമ്പനിയിലോട്ട് പോകുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് മാത്രം ജസ്റ്റ് മതി, അതിൻ്റെ അകത്ത് ഗ്രോത്ത് ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും മറ്റു കാര്യങ്ങളും പഠിച്ചാൽ മതി. അതെ, ഡാറ്റാ സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുന്നത്, നമ്മളിപ്പോൾ ഏത് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും, ഇപ്പം ഈവൻ ഗൂഗിൾ ആണെങ്കിലും ഫസ്റ്റത്തെ 4 റൗണ്ട് DSA മാത്രമാണ്, വേറെ ഒരു ചോദ്യമില്ല. ആ ഒറ്റ ഒരു ക്വസ്റ്റ്യന് എല്ലാ റൗണ്ടും ഒരു ക്വസ്റ്റ്യൻ DSA ചോദിച്ചിട്ട് 4 ഇൻ്റർവ്യൂ അതന്നെ. ആ 4 കഴിഞ്ഞിട്ട് 5-ാമത്തേക്ക് എത്തുള്ളൂ. ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇത്ര നോളജ് അന്നില്ലായിരുന്നു. നമ്മൾ DSA ഒക്കെ സെമസ്റ്ററിൽ പഠിപ്പിക്കും, ഇത് ബോറിങ് സബ്ജക്റ്റ് ആണെന്ന് കരുതി നമ്മൾ ഇഗ്നോർ ചെയ്യും. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ടൈം ആകുമ്പോഴാണ് ഈ വലിയ കമ്പനീസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫുള്ള് ഈ അന്ന് ഹാക്കർ റാങ്കും ലീഡ് കോഡ് ഇതൊക്കെ ആയിരുന്നു. അപ്പം ഇത് ബേസ്ഡ് ആണെന്ന് മനസ്സിലാവുമ്പോഴാണ് ഓക്കെ ഡാറ്റാ സ്ട്രക്ചർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. പിന്നെ വർക്ക് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഡാറ്റാ സ്ട്രക്ചറാണ് മൊത്തത്തിൽ. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് വർക്കിൽ തന്നെ ക്യൂസ് ആൻഡ് ഡാറ്റ, ക്യൂസാണ് മൊത്തം. ക്യൂ കൊണ്ടുള്ളൊരു കളി എങ്ങനെയാണെന്നുള്ളത് ഇത്രയും DSA ചെയ്ത ക്വസ്റ്റ്യൻസിൽ എക്സ്പീരിയൻസിലുണ്ട് നമുക്കറിയാം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നതാണ്. പിന്നെ ഈ DSA പ്രോബ്ലംസ് ചെയ്തതാണ് എൻ്റെ പല പാറ്റൻറ്റിനും ബിഹൈൻഡ് ദ ഐഡിയാസൊക്കെ. ഇതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വരുന്ന നാക്കുന്നാണ് നമുക്ക് ആ ഒരു ഐഡിയാസൊക്കെ വരുന്നത്. അപ്പം നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. എല്ലാ കമ്പനീസും നോക്കുന്നത് അതാണ്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടോ എന്ന്. അതങ്ങനെ ഡെവലപ്പ് ചെയ്യുക. അത് ബേസിക്കലി ഇത് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ളൊരു സാധനമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഇൻ്റർവ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോജക്ട്സും സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള പ്രൂഫ്സും കാര്യങ്ങളൊക്കെ വേണം. അതും വേറൊരു ഇതാണ്. അപ്പോൾ ഈ രണ്ടും പാരലലി ചെയ്യാൻ പറ്റണം. ഓക്കെ. ഈ ഡാറ്റാ സ്ട്രക്ചർ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ഈ സ്പേസ് കോംപ്ലക്സിറ്റി ആയിക്കോട്ടെ, ടൈം കോംപ്ലക്സിറ്റി ആയിക്കോട്ടെ, ഈ രീതിയിൽ തിങ്ക് ചെയ്യാറുണ്ടോ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴും? ഉണ്ട്. അത് എപ്പോഴും ലൈക്ക് ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം ആലോചിക്കുന്നത്, ഇപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല ക്യൂസൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ക്യൂസിനെ കുറിച്ച് എന്താ കൂടുതൽ പറഞ്ഞാൽ ബേസിക്കലി ഒരാളോട് പറഞ്ഞാൽ അതൊരു ഡാറ്റാ സ്ട്രക്ചർ ഇത് യൂസ് ചെയ്താൽ പോരെ എന്നറിയാം. നമുക്ക് അങ്ങനെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പല രീതിയിലുണ്ട്. അത് ചിലത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടും, ചിലത് കോംപ്ലക്സിറ്റി കുറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലവർ ക്യാഷ് ഉള്ളത് ക്യൂവിലിടുന്നവരുണ്ട്. ക്യൂവിലുള്ളത് ഇപ്പം ക്യൂവിലല്ലാതെ നമുക്ക് വേണമെങ്കിൽ DBയിൽ സ്റ്റോർ ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ്സിനും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്ന രീതിസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആൽഗോരിതം അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യാൻ 100 വഴിയുണ്ട്. ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വഴിയാണ് നമ്മൾ നോക്കുക. ചില കേസിൽ എഫിഷ്യൻസി പറ്റൂല, ചില കേസിൽ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം അത് വേറെ ഏതെങ്കിലും ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് സ്ലോ ആണെങ്കിൽ നഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇതിനൊക്കെ പൈസൻ്റെ ചിലവുണ്ട്. നമ്മളിപ്പം വെറുതെ നമ്മളെ ലാപ്ടോപ്പിൽ ഇരുന്ന് നമ്മളിത് അത്ര ആലോചിക്കില്ല. പക്ഷേ ആസ് എ കമ്പനി എന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ 1 മണിക്കൂർ ഒരു സാധനം ഒരു പ്രോസസ്സ് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ തൗസൻഡ്സ് ഓഫ് യൂറോസാണ് പേ ചെയ്യുന്നത്. അപ്പോൾ അതൊരു മണിക്കൂർ റൺ ചെയ്യുന്നതിന് ഒരു അരമണിക്കൂറാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കോസ്റ്റ് പകുതിയാക്കി പറഞ്ഞാൽ ഒരു ടീമിലുള്ള മെമ്പർ എന്നുള്ള രീതിക്ക് നമുക്കൊരു നല്ലൊരു ഇമേജാണ്. ആ ടീമിന് മൊത്തത്തിൽ നല്ലൊരു ഇമേജ് വരും, നമ്മളെ പ്രൊഫൈലും വലുതാവും. അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി വാല്യൂ കിട്ടുക ആസ് എൻ എഞ്ചിനീയർ. അപ്പം എഞ്ചിനീയറിൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് വെറുതെ ഒരു കോഡ് ചെയ്യുക എന്നുള്ളതല്ല, ഇങ്ങനത്തെ ഓരോന്നും ചെയ്യുന്നതിലാണ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഞങ്ങൾ ശരിക്കും ബ്രോ ക്യാമ്പ് 6 മാസം പ്രോഗ്രാം ഉള്ളത് 7 മാസം പ്രോഗ്രാം ആക്കുന്നത് ശരിക്കും ഡാറ്റാ സ്ട്രക്ചർ കമ്പൽസറി ആക്കിയപ്പോഴാണ്. അതുവരെ ഞങ്ങൾ ഡാറ്റാ സ്ട്രക്ചർ ഒരു പാരലി പോണ ഒരു മോഡലായിരുന്നു. പക്ഷേ അത് പോരാ, പ്ലേസ്മെന്റ് സൈഡിൽ നിന്നാണ് പല കമ്പനീസും ഡാറ്റാ സ്ട്രക്ചറിന്റെ നോളജ് കുട്ടികൾ കുറവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 1.5 ഇയർ ബാക്കാണ് ഡാറ്റാ സ്ട്രക്ചർ കമ്പൽസറി ആക്കി. പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസ് ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണ്, നിങ്ങൾ വന്നപ്പോൾ 6 മാസം പറഞ്ഞ് ഇപ്പോൾ 7 മാസമായി,
പ്രോഗ്രാം 1 മാസം ഞങ്ങൾ ആഡ് ചെയ്തത് വെച്ചാൽ ഇവരെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യണത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഞാൻ ശരിക്കും സർപ്രൈസ്. നിങ്ങൾ 1 മാസം കൊണ്ട് ഡാറ്റ സ്ട്രക്ചർ പഠിപ്പിക്കുന്നത് തന്നെ ഭയങ്കര കാരണം. അല്ല അവിടെ ഐ മീൻ അതിനൊക്കെ ശരിക്കും ഞാനൊക്കെ ഇപ്പോഴും ഡെയിലി ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു വീക്ക് കോഡിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അത് പിള്ളേരെ ഹെൽപ്പ് ചെയ്യുന്നതിനും കൂടുതൽ എനിക്കും കൂടി ഒരു ബ്രഷപ്പാണ്. കാരണം നാളെ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ പതറും. കാരണം ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എനിക്കറിയാം എന്താ ചോദിക്കുന്നത്, ഈ സാധനങ്ങൾ ചോദിക്കുള്ളൂ എന്നറിയാം. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ട് നിന്നാലേ നമ്മളെ ബ്രെയിനിൽ അത് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. അത് നമുക്ക് ഇൻ്റർവ്യൂവിൽ സംസാരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇതാ വരിക. ഗൂഗിളൊക്കെ ആണെങ്കിൽ അവർ ഗൂഗിൾ ഡോക്സിലാണ് ക്വസ്റ്റ്യൻ, അവിടെ ഈ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ സിൻറ്റെക്സ്, നമ്മൾ തന്നെ ഡ്രൈ റൺ, അതായത് ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ തന്നെ പറയണം ഇതെങ്ങനെയാണ് റൺ ചെയ്യുക, എന്താണ് പോകുന്നതൊക്കെ. അപ്പം DSA ചെയ്താലേ ആ ഒരു എക്സ്പീരിയൻസ് വരുള്ളൂ. പ്രോബ്ലംസ് വരും. പിന്നെ സമയം ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അതൊരു 30 മിനിറ്റിനുള്ളിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, ഒരു സൊല്യൂഷന് കൊണ്ടുവരണം, അത് എഫിഷ്യൻ്റ് ആക്കണം, ടൈം കോംപ്ലക്സിറ്റി ഉണ്ടാക്കണം. അതിൻ്റെ പുറമെ അവർ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അതും ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്യും വേണം. അതിനാണ് ഞാൻ DSA ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല. ഇതിൽ 1 മന്ത് പറഞ്ഞല്ലോ. ശരിക്കും ഞങ്ങൾ 1 മന്തിൽ ഫോക്കസ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇതൊരു 12 മന്ത്സ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു 18 മന്ത്സ് പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ശരിക്കും ഇപ്പോൾ ഇപ്പോൾ ഒരാൾ എന്നോട് വിളിച്ച് ചോദിക്കുകയാണ് 7 മാസം കൊണ്ട് എന്നെ ഗൂഗിൾ കയറ്റി തരുവയ്ക്കുകയാണ്. നമ്മൾ നടക്കൂല എന്ന് തന്നെ പറയും, ഓപ്പണായിട്ട് പറയും. അതായത് 7 മാസം കൊണ്ട് ഇപ്പോൾ ഒരു പ്രോഗ്രാം ബേസിക്സ് പഠിക്കാനുണ്ട്, അവൻ ഡാറ്റ സിസ്റ്ററിൽ പുലിയാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മാസം കൊണ്ട് നടക്കൂല എന്ന്. എക്സെപ്ഷണൽ കാൻഡിഡേറ്റ്സ് പറ്റായിക്കല്ല ഞാൻ പറഞ്ഞത്, അത് എക്സാമ്പിൾ ആക്കരുത് തന്നെ പറയും. അത് എല്ലാവർക്കും പറ്റണ പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എപ്പോഴും സമയം കൂടുതൽ വേണമെന്ന് അവിടെ പറയാറുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ് 1 മന്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു എൻട്രി, അതായത് ഒരു ഡാറ്റ സ്ട്രക്ചർ കേൾക്കാത്ത ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് സ്റ്റാക്ക് എന്താണ്, ക്യൂ എന്താണെന്നൊക്കെ ഒരു ബോധവും, സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റി പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇത് കൂടുതൽ നമുക്ക് ബേസിക്സ് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. പിന്നെ കൂടുതൽ പിന്നെ നമ്മൾ ചെയ്ത് തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യണം. അത് നമ്മളൊരു പേഴ്സണൽ കാര്യങ്ങളാണ്. അത് നമ്മൾ തന്നെ സോൾവ് ചെയ്ത് സ്കില്ലാണ്. അത് ഒരിക്കലും ഒരാൾക്ക് ഇത് പ്രോബ്ലം സോൾവിങ് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആവില്ല നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ വേറെ പ്രോബ്ലം വേറെ സൊല്യൂഷൻ, എൻ്റെ പ്രോബ്ലം വേറെ, അതിന് വേറെ സൊല്യൂഷൻ. അത് നമ്മൾ ചെയ്തുകൊണ്ട് നിന്നാലേ അതിന് പുതിയ ഐഡിയാസ് വരുള്ളൂ. കാരണം ഈ ക്വസ്റ്റ്യൻസ് എക്സാക്ട്ലി കോപ്പി പേസ്റ്റ് അല്ല ഇൻ്റർവ്യൂസിൽ വരിക, സിമിലർ ആവുന്നേ ഉള്ളൂ. സിമിലർ സാധനം പാറ്റേൺ തലയിൽ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചെയ്തേ മതിയാവും. അപ്പോൾ ഈ ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്റേൺഷിപ്പ് സമയം കഴിഞ്ഞതിന് ശേഷം അത് എത്ര കാലം ഇന്റേൺഷിപ്പ്? 1 ഇയർ. ഓക്കെ. അപ്പോൾ കോളേജിൽ പോകാതെ പക്ഷേ കോളേജ് പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയോ? എനിക്ക് ഞാൻ ആകെ ഒരു 1 ഇയറിൽ 2 ദിവസമേ പോയിട്ടുള്ളൂ. അതും ഒരു സെമസ്റ്റർ എൻഡിൽ പ്രസന്റ് ചെയ്യാനും അടുത്ത സെമസ്റ്ററിൽ ഒന്ന് പ്രസന്റ് ചെയ്യാനും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പോയിട്ടില്ല. അതോടെ നമ്മൾ 4th ഇയർ കംപ്ലീറ്റ് ഞങ്ങൾക്ക് 4th ഇയർ ലാസ്റ്റിൽ 2 സെമസ്റ്ററിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പ്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ട് തന്നെ ഒരു സബ്ജക്റ്റാണ്. ഇന്റേൺഷിപ്പ് കിട്ടിയവർക്ക് ഇന്റേൺഷിപ്പ് ഒരു സബ്ജക്റ്റ് ഫുൾ ഗ്രേഡിങ് അതിനാ പോവുക. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒറ്റ സബ്ജക്റ്റ് ഇന്റേൺഷിപ്പാണ്, ഫുൾ മാർക്ക് കിട്ടും. നല്ല കമ്പനീസിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നല്ല പോലെ കിട്ടും, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിനനുസരിച്ചും പ്രസന്റ് ചെയ്യുന്ന രീതിയിലൊക്കെ. അതുപോലെ ഇപ്പോൾ ഈ 3000 കുട്ടികളെന്ന് പറഞ്ഞില്ലേ, അതിൽ ഏകദേശം എത്ര % കുട്ടികൾ അവിടെ പോയിട്ടുണ്ടോ, ഒരു ഇന്റേൺഷിപ്പിന് കിട്ടിയിട്ടുണ്ടോ? പല കമ്പനീസിലുമായിട്ട് അത് 2 രീതിയിൽ ഇന്റേൺഷിപ്പ്. ഒന്ന് ക്യാമ്പസിൽ നിന്ന് കിട്ടിയവരുണ്ട്, ഓഫ് ക്യാമ്പസ് സ്വയം ട്രൈ ചെയ്ത് കിട്ടിയവരുണ്ട്. ഒരു അറൌണ്ട് 150 സ്റ്റുഡൻസ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത്ര പേരാണ് പോയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ വർക്ക് ചെയ്ത്? പിന്നെ ഞാൻ അവിടെ ടിവോന്ന് തന്നെ അവരെൻ്റെ അത് പാക്കേജ് ഫുൾ ടൈം ആക്കി മാറ്റി തന്നു. അപ്പം നല്ലൊരു ബേസ് സാലറിയും നല്ലൊരു സ്റ്റോക്കും കാര്യങ്ങളൊക്കെ, മോർ ദാൻ 35 lakh പെർ ആനം ഒരു വർഷത്തിൽ അതിന് മേലെ ഉണ്ടായിരുന്നു. അപ്പം ബാംഗ്ലൂരിൽ അതൊക്കെ നല്ലതാണല്ലോ. ഒക്കെ ചിലവും ടാക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ലൊരു എമൗണ്ട് കിട്ടും. ഇത് കൂടുതൽ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ വളരാനും കൂടുതൽ ഡ്രീം ചെയ്യാനും നമുക്കൊരു മോട്ടിവേഷൻ വരും. അപ്പം അതിൽ നിന്നാണ് ഞാൻ വേറെയും കുറേ പേഴ്സണലായിട്ട് ലൈക്ക് ഫോർ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചത് അങ്ങനെയായിരുന്നു. അപ്പം അതും ഒരു ത്രില്ലാണ്, രസമാണ് അതൊക്കെ അറിയുന്നതും പഠിക്കുന്നതൊക്കെ. അപ്പോൾ ആ കമ്പനിയിൽ തന്നെ സെയിം ഇന്റേൺഷിപ്പിൽ ചെയ്ത കാര്യങ്ങൾ AML ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ അതോ? അതെ. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് 6 മാസം ഞാൻ വർക്ക് ചെയ്ത ടീം ഡാറ്റ എഞ്ചിനീയറിംഗ് ടീമാണ്. ഞങ്ങളതിന് നോളജ് ഗ്രാഫ് എന്നൊക്കെ പറയാം. അതായത് ഞങ്ങൾ മൊത്തം വിക്കിപീഡിയയും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ എൻ്റർടൈൻമെൻറ്റ് ഡാറ്റയും ഒരു ഗ്രാഫ് പോലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടീമിലായിരുന്നു. അത് ചെയ്ത് പിന്നെയാണ് ഞാൻ 2ാമത്തെ ടീമിലേക്ക് മൂവ് ചെയ്ത്. അത് അഡ്വാൻസ് സെർച്ച് ആൻഡ് റെക്കമെൻഡേഷൻ, അതായത് കോൺവെർസേഷനിൽ AIയും സെർച്ച് ആൻഡ് റെക്കമെൻഡേഷനാണ് അവർ ചെയ്യുന്നത്. അതും മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ഞങ്ങൾ കുറേ ഫോറിൻ ലാംഗ്വേജസും ഇംഗ്ലീഷും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കൊറി വെക്കുകയാണ് ഷോ മി എ മൂവി വിത്ത് ഷാറൂഖ് ഖാൻ ആൻഡ് കാജോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കമ്പ്യൂട്ടറിന് എന്ത് ഷാറൂഖ് ഖാൻ എന്ത് കാജോൾ ഒക്കെ ഒരു സ്ട്രിങ് ആണല്ലോ. അപ്പോൾ ഇതെന്താണ്, ഇവരാരാണ്, എന്താണ് ഇവരെ വാല്യൂ, ഇവർ തമ്മിൽ എങ്ങനെ ബന്ധം, എന്താ കണക്ഷൻ, ഇവർ തമ്മിലുള്ള മൂവീസ്. അപ്പോൾ ഇവർ തമ്മിലിപ്പോൾ ഒരു 10-20 മൂവീസ് അഭിനയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ആൾക്ക് ആ 20 മൂവീസും റെലവൻ്റ് ആവില്ല. അയാൾക്ക് ചിലപ്പം ആക്ഷൻ ജോണർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കറക്റ്റ് ആക്ഷൻ മൂവീസ് തന്നെ ആ ടോപ്പ് 3 വരണു.
അല്ലെങ്കിൽ അയാൾ ചോദിക്കുന്ന ആൾ റൊമാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അയാൾക്ക് റൊമാൻറ്റിക് മൂവി തന്നെ വരണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മെഷീൻ ലേണിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ആ ടീമായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് ഞാൻ 4 വർഷം പിന്നെ ഫുൾ ടൈം അവിടെ വർക്ക് ചെയ്ത് ആ ഒരു ഒറ്റ ടീമിൽ. കാരണം അത് അത്രയും നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു. എന്ത് പൈസ കമ്പനിയാണിത്? അത് എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെക് കമ്പനീസാണ്. അവർക്ക് ഇപ്പം സ്വന്തമായിട്ട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമും സ്ട്രീമിംഗ് ഡിവൈസസ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന അപ്പം ഡിഷ് ടി വി, ഡിഷ് ബോക്സസ് അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയില്ല. അപ്പോൾ ഇന്ത്യയിൽ വളരെ കുറവാണ് പ്രോഡക്ട്സ്. ബട്ട് US-ഉം യൂറോപ്പും ഓസ്ട്രേലിയ, ആഫ്രിക്ക അവിടെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവരൊരു മോണോപോളിയാണ്. ഇവരെ TV ഗൈഡ്സ്, അതായത് റിമോട്ടിൽ നമ്മൾ അടുത്ത ചാനലിലെ പരിപാടി അതിൻ്റെ പാറ്റേൺ 1980s അവർ ഇത് 1970s സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അപ്പം അന്നേ ഇതിൻ്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ അവരെടുത്തുള്ളത്. റിമോട്ട് ഗൈഡ്, അതുപോലെ ഇപ്പോഴുള്ള വോയിസ് കൺട്രോളിങ് അസിസ്റ്റൻസ് കാര്യങ്ങൾ, തംബ്നെയിൽസ് കറക്റ്റായിട്ട് പ്രഡിക്ഷൻ. അപ്പം ഓരോ കണ്ടൻറ്റിന് തന്നെ സെയിം കണ്ടൻറ്റ് പല തംബ്നെയിൽസും വരും ചോദിക്കുന്ന ആളനുസരിച്ച്. അതുള്ളതിൻ്റെ പാറ്റേൺസ്, അങ്ങനെ കുറേ ടെക് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവരാണ് ചെയ്തത്. ഓഡിയോ സിംഗിങ്, സബ് ടൈറ്റിൽ സിംഗിങ്, ട്രാൻസ്ലേഷൻ റിയൽ ടൈമിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരാണ് ചെയ്തത്. ഇവർ പണ്ട് നെറ്റ്ഫ്ലിക്സിനും പ്രൈമിനും സാംസങ്, ഗൂഗിൾ ഇവർക്കൊക്കെ ലൈസൻസ് ചെയ്ത് കൊടുക്കുന്നത് ഇവരാണ് അവരൊക്കെ ഈ എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ആണ്. അതൊരു വലിയ കമ്പനിയാണ്. അവരെ മെയിൻ ബിസിനസ് തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീസിലുള്ളതാണ്. അപ്പം ടെക്കിൽ ഞാനൊരു മൂവി ബഫായിരുന്നു. അപ്പം നമുക്കൊക്കെ ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലെ ടെക്കുകൾ ചെയ്യാറുമ്പോൾ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. 4 വർഷം അവിടെ. 4 വർഷം. ഞാൻ വർക്കിംഗ് കൾച്ചറും സൂപ്പർ ആയിരുന്നു. ലൈക്ക് എക്സാക്ട്ലി ഗൂഗിളിൻ്റെ സെയിം വർക്കിംഗ് കൾച്ചർ ആയിരുന്നു അവിടെ. ഭയങ്കര ഫ്രീഡം ആയിരുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വരാം, എപ്പോൾ വേണമെങ്കിൽ പോവാം. ഞാൻ പറഞ്ഞില്ലേ, ഗെയിംസ് ഉണ്ട്, പ്ലേ സ്റ്റേഷൻസ് ഉണ്ട്, അൺലിമിറ്റഡ് ഫുഡ് ഉണ്ടായിരുന്നു. ഏത് സമയത്തും പല ടൈപ്പ് ഓഫ് ക്യൂസിൻസിലെ ഫുഡ് ഉണ്ട്. പിന്നെ ഇത് ആദ്യം ഇന്ദിരാനഗറിൽ EGL-ലായിരുന്നു. ഇപ്പം മാറ്റിയിട്ട് എംബസി ടെക് വില്ലേജിലാണ്, ബെല്ലന്തൂർ. ഫ്ലിപ്കാർട്ടിൻ്റെ തൊട്ടടുത്താണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ബിൽഡിങ്ങും ഞങ്ങളുടെ ബിൽഡിങ്ങും തൊട്ടടുത്താണ്. അങ്ങനെ ഫുള്ള് ഫ്രീഡം. അതായത് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ടൈമിങ് കാര്യം ഒന്നുമില്ല. എൻ്റെ അറിവിൽ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വരാൻ പോകാം. നമ്മളെ പണി ആ സ്പ്രിന്റ് പ്ലാനിങ് ആണ് തീരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത് തീർത്താൽ മതിയുള്ളൂ. അത് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്, നമ്മൾ ചെയ്യണം. ഒരു എത്തിക്കൽ ഉത്തരവാദിത്തം ഉണ്ട്, അത് ചെയ്യുക. അല്ലാതെ പക്ഷെ അതിന് പുറമെ നമ്മൾ ആരും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ നീ ഇത് ചെയ്തോ, നീ അങ്ങനെ ആക്കിയോ, അങ്ങനെയൊന്നും ആരും ചോദ്യം ചെയ്യത്തില്ല. നമ്മൾ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, മെർജ് റിക്വസ്റ്റ് ഉണ്ടാക്കുക, സീനിയേഴ്സ് വന്നിട്ട് അത് കോഡ് റിവ്യൂസ് ചെയ്യും. അപ്പോൾ കോഡ് റിവ്യൂവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തണം. പിന്നെ അത് മെർജ് ചെയ്താൽ കഴിഞ്ഞു. പിന്നെ അടുത്ത ടാസ്ക്, അടുത്ത പരിപാടികൾ അങ്ങനെ ആയിട്ട് പോകും. ഓക്കെ. അപ്പോൾ 4 വർഷം കഴിയുമ്പോഴേക്ക് ഏകദേശം എത്ര സാലറി പാക്കേജ് ആയിട്ടുണ്ടാവും? അല്ല, അത് തന്നെ ഗ്രാജുവൽ യൂഷ്വൽ ബാംഗ്ലൂരിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ 10-20-30% ഒക്കെ അങ്ങനെ ഓരോ സിറ്റുവേഷനിൽ ഇങ്ങനെ ഹൈക്കായിട്ടും ബോണസ് ആയിട്ടൊക്കെ പോകും. പിന്നെ അതങ്ങനെ 4th-ലൊക്കെ പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് മെച്ചൂറായപ്പം പിന്നെ കൂടുതൽ അഡ്വാൻസ്മെൻറ്റോ അല്ലെങ്കിൽ കൂടുതൽ ഇന്നോവേഷൻസ് ഒന്നും വരാനില്ല. നമ്മളെ ടെക്കിൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് മെച്ചൂരിറ്റി എത്തും, പിന്നെ മെയിൻ്റെനൻസും ഉള്ളത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ലൈക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണം. കോവിഡിൻ്റെ ടൈമായി. എനിക്ക് തന്നെ ഓൾറെഡി 2020 ആയപ്പം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് പോകണം എന്നൊക്കെ. അപ്പോൾ 2020 ആയപ്പം തന്നെ ഞാൻ സ്വിച്ചിങ്ങിനുള്ള പ്ലാൻസും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ 2020 തൊട്ട് 2022 വരെ 2 years ഇൻ്റർവ്യൂസും കാര്യങ്ങളും പ്രിപ്പറേഷൻസും മാത്രമായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് വീണ്ടും ഫുള്ള് ലീവ് എടുത്ത് വർക്ക് ചെയ്തു? ഇല്ല, ഞാൻ അപ്പം കോവിഡ് ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വർക്ക് ചെയ്യും ഞാൻ ഇതുപോലെ. നമുക്ക് ഇപ്പം കളിക്കാനോ പ്ലേ സ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത്ര സമയമില്ലാതെ അപ്പോൾ 1-2 മണിക്കൂറേ പണിയെടുക്കാൻ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയം നമ്മൾ പ്രിപ്പറേഷനും കാര്യങ്ങളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ചിലപ്പം കുറേ ഓഫേഴ്സ് വരും. ചില നമ്മൾ ആ ഇൻ്റർവ്യൂ ഓഫേഴ്സ് വന്നാൽ ആ ഇൻ്റർവ്യൂ ഞാനൊരു പ്രാക്ടീസ് ആയിട്ട് എടുക്കുക, എന്നിട്ട് അടുത്ത ഇൻ്റർവ്യൂവിന് പോകാൻ, അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് എടുത്ത് 2 വർഷം ഞാൻ. പക്ഷെ അപ്പോൾ ഈ പറഞ്ഞ ജർമ്മനി ടാർഗറ്റ് ചെയ്ത് പോയതാണോ അതോ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് പ്ലാൻ ആയിരുന്നോ? ഞാൻ യൂറോപ്യൻ കൺട്രീസ് എന്നായിരുന്നു എൻ്റെ ടാർഗറ്റ്. എസ്പെഷ്യലി UK നോക്കിയിരുന്നു, ജർമ്മനി, നെതർലാൻഡ്സ് ഇതായിരുന്നു. സ്വിസ് കിട്ടിയ ഭാഗ്യം എന്നേ ഉള്ളൂ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത്ര ഉള്ളായിരുന്നു ഞങ്ങൾ ഇത്. പിന്നെ UK-ൽ ലണ്ടനാണ് മോസ്റ്റ്ലി ഉള്ളത്. ലണ്ടന് സിറ്റിയിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് സിറ്റി ലൈഫ് പിന്നെ അത്ര ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ കുറേ കമ്പനീസ്, ഓസ്ട്രിയയിൽ നിന്ന് നമുക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, ബെൽജിയത്തിൽ നിന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വിസ്സിൽ നിന്ന് ഒക്കെ. സ്റ്റാർട്ടപ്സ് ആയിരുന്നു, വലിയ വലിയ കമ്പനീസ് അല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റ്, ലൈക്ക് ഈ 2 yearsൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്, അതായത് 2022 ജനുവരിയിലാണ് സൂമിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്, ഫേസ്ബുക്കിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. ഈ 2 ഇൻ്റർവ്യൂ 4 മാസത്തിൻ്റെ പ്രോസസ്സായിരുന്നു. 4 മാസം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ബിഗ് പ്രോസസ്സ്. വലിയ കമ്പനീസ് ആകുമ്പോൾ പ്രോസസ്സ് വലുതായി വരും. ഇപ്പം ഗൂഗിൾ ആണെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ ഞാൻ പറയും അടുത്ത റൗണ്ട് വരും 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് വെച്ചാൽ മതി പറയും. അവർ അത്ര ഗ്യാപ്പ് നമുക്ക് തരാറുണ്ട്. കാരണം ഡാറ്റ സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം പണിയാണ്. കാരണം അത് 2 മാസം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന വേണം. അപ്പം ഞാൻ അപ്പോഴും ആ ഒരു ഗ്യാപ്പും കിട്ടും. അപ്പം ജനുവരി തൊട്ടിട്ട് ഈ 2 പാരലൽ ഇൻ്റർവ്യൂസ് നടന്നുകൊണ്ടിരുന്നു. അപ്പം സൂമിൽ നിന്ന് ആദ്യം ഒരു ഓഫർ വന്നു. ഓഫർ വന്നപ്പം ഫേസ്ബുക്കിൻ്റെ ഇൻ്റർവ്യൂ ലാസ്റ്റ് റൗണ്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഫേസ്ബുക്കിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇവർ ഓഫർ ചെയ്തു. അപ്പോൾ ഫേസ്ബുക്ക് ബേസിക് ഓഫർ അവരും സെറ്റാക്കിയെന്ന്.
പെട്ടെന്ന് അടുത്ത മാസം വെച്ച ഇൻ്റർവ്യൂ അവർ ഈ ആഴ്ച തന്നെ ആക്കി. അപ്പോൾ അവരൊരു ബേസിക് ഓഫർ കിട്ടി. അപ്പം പിന്നെ അത് വെച്ച് ഞാൻ സൂമിൽ നെഗോഷിയേറ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ അത് അത്ര ഇല്ല, അത് അറൗണ്ട് 250-300K പൗണ്ട്, അതായത് 3 ലക്ഷം പൗണ്ട് അങ്ങനെയൊക്കെ, അതായത് അറൗണ്ട് 2 crore സംതിങ് ലൈക്ക് ദാറ്റ്, 2.5 CR അടുത്ത് ഒരു വർഷം അങ്ങനെ ആയിരുന്നു ബേസ്. 15 ലക്ഷം മന്ത്ലി വരുന്ന. പക്ഷേ സാലറി ബേസിക്കലി അതിൽ കുറേ കോമ്പോണൻസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയല്ല കിട്ടുക. സാലറി കുറേ കോമ്പോണൻസ് കൂട്ടിയിട്ടാണ് കാൽക്കുലേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സൂമിൽ നെഗോഷിയേറ്റ് ചെയ്തു. അപ്പോൾ അവർ അതിനേക്കാളും കുറച്ച് ബെറ്റർ തന്നു. പിന്നെ ഈ ഫേസ്ബുക്കിലെ ടീം എനിക്ക് അത്ര സിങ്ക് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊരു മെയിൻ ഇഷ്യൂ ആയിരുന്നു. ടീം സിങ്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സൂമിലെ ടീം ഭയങ്കര അടിപൊളി ടീമായിരുന്നു. അത് ടീം പക്ഷേ ഇന്റർവ്യൂ സമയത്ത് തന്നെ മിക്ക ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും. കാരണം നമ്മൾ ഏകദേശം നമ്മൾ എടുക്കും എന്നുള്ളൊരു സെറ്റൊക്കെ ആയി തോന്നുമ്പോൾ അവരെന്നെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാനും സംസാരിക്കാനൊക്കെ വരും. ഗൂഗിളിൽ മാത്രമാണ് അതില്ല. അത് ഗൂഗിളിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ടീമും വർക്ക് ചെയ്യുന്ന ടീമും ഒരിക്കലും കോൺടാക്ട് ഉണ്ടാവില്ല. ഗൂഗിൾ ഓരോ റൗണ്ട് ഒരാൾ ഇൻ്റർവ്യൂ എടുക്കാൻ ഓസ്ട്രേലിയയിൽ നിന്നേക്കാരം, അടുത്ത ആൾ US നിന്നേക്കാരം. അപ്പം ഓരോരോ സമയത്ത് ഉണ്ടാവുക. എന്നിട്ട് അവർ ഒക്കെ ഹയർ ചെയ്തതിനു ശേഷമാണ് അവർ ഡിസൈഡ് ചെയ്ത ടീമാണ്. പക്ഷെ ഇവിടെ ബേസിക്കലി ടീം ബേസ്ഡ് ആണ് മിക്കതും ഹയർ. അപ്പോൾ എസ്പെഷ്യലി ഞാൻ അന്ന് NLP ആൻഡ് മെഷീൻ ലേണിങ്ങിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ നീഷാണല്ലോ, അപ്പോൾ ആ ടീം സ്പെസിഫിക് ആണ് നമ്മൾ നോക്കിയിരുന്നത്. അല്ല, ഇപ്പോൾ ആ ഒരു ഇന്റർവ്യൂ സമയത്തും ഡാറ്റ സ്ട്രക്ചർ തന്നെയായിരുന്നു കൂടുതലും. ഡാറ്റ സ്ട്രക്ചർ, NLP അതൊക്കെ ജസ്റ്റ് ഇതുപോലെ നമ്മൾ കോൺവെർസേഷൻ പോലെ ഒരു കോൺവെർസേഷൻ ആയിട്ടുണ്ടാവും. എന്ത് ചെയ്തു, ഇപ്പം ഞാൻ കോൺവെർസേഷനിൽ AI സെർച്ച് ആൻഡ് റെക്കമെൻഡ്, ഇപ്പം ഫേസ്ബുക്കിന് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനം അതായിരുന്നു. അവർ എൻ്റെ പാറ്റൻറ്റും ഒരു റെക്കമെൻഡേഷൻ എഞ്ചിനെ ബേസ് ചെയ്യുക. അപ്പോൾ അവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അവർ എന്നോട് ചോദിക്കും എങ്ങനെയാണ് അത് ചെയ്തത്, എന്താണ് അവിടെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ, നമ്മൾ ആദ്യം DSൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടാവും. ഇത് സോൾവ് ചെയ്തിട്ടൊക്കെ ഇത് ചോദിക്കുക, ആടാ നീ അവിടെ അതെങ്ങനെ ചെയ്ത് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇതും പറയണം, അതും ചെയ്യണം, ഇതും സോൾവ് ചെയ്യണം. അതൊക്കെ ഒരു മണിക്കൂറിൽ നടക്കണം. രസമായിരുന്നു ഫേസ്ബുക്കിൻ്റെ ഇൻ്റർവ്യൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ ഈ 2 ഓഫർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നെഗോഷിയേറ്റ് ചെയ്ത്. പിന്നെ ബെറ്റർ സൂമിൻ്റെ ടീമായിരുന്നു. സൂമിൻ്റെ ടീം ഞാനല്ലേ എല്ലാവരും PhD സയൻറ്റിസ്റ്റുകളാണ്. അതും പേര് കേട്ട സയൻറ്റിസ്റ്റുകളാണ്. അതായത് അവർക്ക് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഗൂഗിൾ റിസർച്ചിൽ നോക്കിയാൽ തന്നെ ഭയങ്കര ഒരുപാട് പേര് റെഫറൻസ് ചെയ്യുന്ന പേപ്പേഴ്സ് എഴുതിയ ആൾക്കാരാണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലും ട്രാൻസ്ലേഷനിലും ലോകത്തിലെ എക്സ്പേർട്സാണ് അവർ. അതിലുള്ള എൻ്റെ മാനേജറൊക്കെ MITയിലും CMU യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൊഫസറാണ് പുള്ളി. ജർമ്മനിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള KIT യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഒരു മെയിൻ പ്രൊഫസറാണ്. അങ്ങനെയൊക്കെ അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഫേസ്ബുക്കിലെ ടീം ഭയങ്കര ഓപ്പോസിറ്റാണ്. അവർ ഭയങ്കര കുറച്ചുകൂടി റിലാക്സ്ഡ് ബട്ട് കോമ്പറ്റീറ്റീവും അല്ലെങ്കിൽ കുറച്ച് എത്തിക്സൊക്കെ കുറവുള്ളൊരു ഇതായിരുന്നു. നമുക്ക് പെട്ടെന്ന് വൈബ് സെറ്റായില്ല. ഇവിടെ എനിക്ക് പെട്ടെന്ന് വൈബ് സെറ്റായി. പിന്നെ ഞാനാണ് അവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആകെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉള്ളൂ, അത് ഞാനായിരുന്നു. ബാക്കിയുള്ളതൊക്കെ മെഷീൻ ലേണിങ്ങും അല്ലെങ്കിൽ PhD എക്സ്പേർട്സും ആയിരുന്നു. അപ്പം ആ ഒരു യുണീക്നെസ്സും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് പ്രശ്നമായില്ലേ? അവിടെ PhD-ക്കാർ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യണം. പിന്നെ ഓപ്പർച്യൂണിറ്റീസിന് ഒരു കുറവില്ല. ഞങ്ങളെ കമ്പനീസിലൊക്കെ ഇൻ്റർവ്യൂ എടുക്കും, ഞങ്ങൾക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടാറില്ല. 10 ഇൻ്റർവ്യൂ എടുത്താലും ഒരാളെ പോലും ഞങ്ങൾക്ക് ഹയർ ചെയ്യാൻ പറ്റാറില്ല. ജോലി കളയും. നമ്മൾ ഒരു കമ്പനിയിൽ ടെക് ആയിട്ട് ഒരു എഞ്ചിനീയർ നിന്നിട്ട് വളരുന്നതിന് ഒരു പരിമിതി ഉണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഹ്യൂജ് ഗ്രോത്താണ് കണ്ടത്. കാരണം ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പം മെഴ്സിഡീസിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് പ്രോഗ്രാം ഉണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നേരെ വിസ തന്ന് പ്ലേസ്ഡ് ആക്കി കൊണ്ടുപോകും. നിങ്ങൾ മെഴ്സിഡീസിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള അവിടുത്തെ എംപ്ലോയീസിനാണ്. ഫൈനാൻഷ്യലി അവർ ഭയങ്കര ഇൻസെൻറ്റീവും തരും. ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യാൻ എഴുതിക്കോ, ഞാൻ കുറച്ച് എക്സ്ട്രാ പണിയെടുത്തു, 10 മണിക്കൂർ പണിയെടുത്തു എഴുതിക്കോ, അപ്പം അലേർട്ട് പോകും മാനേജറിനും ഡയറക്ടറിനും. നീ 10 മണിക്കൂറിന് മേലെ പണിയെടുത്ത് അവർക്ക് പിന്നെ പോലീസ് കേസ് വരെ വരും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെഹിക്കിളും കാര്യങ്ങളൊക്കെ കമ്പനി നിങ്ങൾക്ക് തരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ഡിഗ്രി ഇല്ലാത്തൊരു സിറ്റുവേഷൻ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോബ് കിട്ടുമായിരുന്നു.